ഇത് ഫുൾ റണ്ണിങ് മെറ്റീരിയൽസ് ആണ്. ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് അല്ല വീഴും, കാരണം അത്രയധികം കളക്ഷൻസ് ആണ് ഉള്ളത്. അൺസ്റ്റിച്ച് ചുരിദാർ മെറ്റീരിയൽ 395 ആണ്. അപ്പൊ അത് പുതിയ പുതിയ വെറൈറ്റി കളക്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ. മേനക ബസ് സ്റ്റോപ്പിൽ നിന്ന് ജസ്റ്റ് നടക്കാനുള്ള വഴിയുള്ളൂ. ഇത് ഫുൾ അൺസ്റ്റിച്ച് മെറ്റീരിയലിന്റെ ഒരു ലോകത്തേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. പ്ലസ് സൈസ് ഉള്ളവർക്ക് സെപ്പറേറ്റ് ഒരു റാക്ക് തന്നെ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. ഇത് റെഡി ടു വെയർ ആണ്, പക്ഷെ കണ്ടാ പറയില്ല കേട്ടോ. ഹായ് ഗായ്സ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് എറണാകുളത്ത് നമ്മൾ വന്നിരിക്കുന്നത് ഐശ്വര്യ എന്നുള്ള പേര് മാത്രം മതിയിട്ട് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ തന്നെയാണ് ഐശ്വര്യയുടെ. അപ്പോൾ എല്ലാ പ്രാവശ്യത്തേക്കാളും എന്താണ് ഈ പ്രാവശ്യം നമുക്ക് വെറൈറ്റി കൊണ്ടുവന്നിരിക്കുന്നത് നമുക്ക് കണ്ടുനോക്കിയാലോ. ലൊക്കേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ നിൽക്കുന്ന ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ പ്രസ് ക്ലബ് റോഡിലാണ്. അതിൻ്റെ ശരിക്കും നടുക്കിലായിട്ടാണ് നിൽക്കുന്നത്. അവിടെ നിന്ന് വരാണെങ്കിൽ മേനക ബസ് സ്റ്റോപ്പിൽ നിന്ന് ജസ്റ്റ് നടക്കാനുള്ള വഴിയുള്ളൂ. ഇപ്പുറത്തെ സൈഡിൽ കൂടി വരാനുള്ള എൻട്രൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് ഐശ്വര്യ എന്ന് പറയുമ്പോൾ വലിയൊരു ബിഗ് ബിൽഡിംഗ് ആണ് കേട്ടോ ശരിക്കും നോക്കുകയാണെങ്കിൽ. അപ്പോൾ ഒന്ന് കയറി നോക്കിയാലോ എന്താണ് ഇവിടുത്തെ വെറൈറ്റി ഡീറ്റെയിൽസ്. അപ്പോൾ പുറമേ കാണുമ്പോൾ നമുക്ക് ചെറിയൊരു സ്പേസ് മാത്രമാണ് ഫീൽ ചെയ്യുക, പക്ഷേ മുകളിൽ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു സ്പേസ് ഉണ്ട്. 8000 സ്ക്വയർ ഫീറ്റ് ആയിട്ടുള്ള വലിയ സ്പേസിലാണ് നമുക്ക് വേണ്ടി അറേഞ്ച് ചെയ്തിരിക്കുന്നത്, അതും ലേഡീസിൻ്റെ ഐറ്റംസ്. അപ്പോൾ അത് പുതിയ പുതിയ വെറൈറ്റി കളക്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അതാ കണ്ടോ, എന്ത് രസമല്ല കാണാനായിട്ട്. ഇതേപോലെ തന്നെ ഞാനും ഇവിടെ കുറച്ച് നേരം നിന്നല്ലോ, സെയിം കളക്ഷൻ തന്നെയാണ് കേട്ടോ. ഇതിൻ്റെ തന്നെ ഒരുപാട് വെറൈറ്റീസ് വന്നിട്ടുണ്ട്, പുതിയ പുതിയ മോഡൽസ് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് കയറി നോക്കാം എന്താണ് വെറൈറ്റി വന്നിരിക്കുക. എന്തോ അൺസ്റ്റിച്ച് മെറ്റീരിയലൊക്കെ പുതിയ വെറൈറ്റീസൊക്കെ വന്നിട്ടുണ്ട്, അതും അഫോർഡബിൾ റേഞ്ചിൽ. അപ്പോൾ കയറി നോക്കിയാലോ, വരും കയറാം നമുക്ക്. പക്ഷേ ഇവിടെ കാണുമ്പോൾ ചെറിയൊരു സ്പേസ് ആണ്. ആള് മാറിയാ അതിപ്പോ ഐശ്വര്യക്ക് പകരം ഞാൻ ഈശ്വരയുടെ അനിയത്തിയാണ്, ശ്രീലക്ഷ്മി. വെൽക്കം ടു ദിസ് വീഡിയോ. താങ്ക് യു, വന്നതിൽ വളരെ സന്തോഷം. ഞാനും അതിനെ ചോദിച്ചാൽ കയറിപ്പോ ഐശ്വര്യ എന്ന് പറഞ്ഞ കയറിയിട്ട് കാണുമ്പോ ഐശ്വര്യ ഇങ്ങോട്ട് പോയി. ഐശ്വര്യ പർച്ചേസിംഗ് പോയേക്കുവാണ്. ഇപ്പൊ ഫെസ്റ്റിവൽസ് ഒക്കെ അല്ലേ, അപ്പൊ അതിന്റെ തിരക്കിലായി. അപ്പൊ എന്നെ ഇവിടെ നിർത്തിയിട്ട് ചേച്ചി അനിയത്തിയും രണ്ടാളും കൂടിയിട്ട് ഇവിടെ ഫുൾ ടൈം ഇൻവോൾവ് ആണ്. ഞാനും കയറി. ഓക്കെ, അപ്പൊ എന്താണ് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു 8000 സ്ക്വയർ ഫീറ്റിന്റെ വലിയൊരു സ്പേസ് ആണ്. താഴത്ത് കാണുമ്പോൾ ഈ ഒരു ഏരിയ മാത്രമേ ഉള്ളൂ, പക്ഷെ മുകളിൽ വിശാലമായിട്ട് നിറയെ കളക്ഷൻസ് ആണ് ഇരിക്കണേ അല്ലേ, ഇഷ്ടം പോലെ. പിന്നെ അൺസ്റ്റിച്ചഡ് ഒക്കെ വന്നു എന്ന് പറയുന്നത്. നമുക്ക് അൺസ്റ്റിച്ചഡ് മാത്രമല്ല, സാരീസ്, പിന്നെ റണ്ണിങ് മെറ്റീരിയൽ നമ്മളിപ്പോൾ എല്ലാം തുടങ്ങിയിട്ടുണ്ട്. കസ്റ്റമേഴ്സിന്റെ ഡിമാൻഡ് അനുസരിച്ച് നമ്മൾ അത് സ്റ്റാർട്ട് ചെയ്യാവുന്ന. അപ്പൊ ആദ്യം ഇവിടുത്തെ ഒരു 2-3 കളക്ഷൻസ് ഒന്ന് നോക്കിയിട്ട് നമുക്ക് ഒന്ന് മുകളിലേക്ക് പോവാം. പിന്നെ നമുക്ക് വേണമെങ്കിൽ തിരിച്ചൊന്ന് വരാം. നമ്മുടെ ചേച്ചി ഹായ്, ഒരു ഹായ് പറഞ്ഞോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് കളക്ഷൻ ഇതാണ്. ഇതിന്റെ സ്ലീവ് അറ്റാച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അല്ലേ, ഉള്ളിൽ ഉണ്ടാവും കേട്ടോ. സ്ലീവ് അറ്റാച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫ്രോക്കാണ്. ചൂടുകാലാണ്, അപ്പൊ കൈ ഇട്ടില്ലെങ്കിൽ കുഴപ്പമില്ല അല്ലേ, ഇങ്ങനെ തന്നെ നടക്കാൻ നല്ലത്. ഭയങ്കര സുഖമാണ്. ഞാൻ എടുത്തിട്ടുണ്ട്, ഇതിന് തോന്നുന്നു അടിപൊളിയാണ്. അടിപൊളി കളക്ഷൻസ് അല്ലേ, വർക്കായിട്ട് വരുന്നതുണ്ട്, ഇല്ലാത്തതും ഉണ്ടാവില്ല അല്ലേ, രണ്ടിനും മുകളിലാണ്. അപ്പൊ അതിന്റെ ഈ ഒരു ബ്ലാക്കും കൂടി എടുത്ത് വെച്ച് നല്ല വെറൈറ്റി ഐറ്റം. ഇതിൻ്റെ തന്നെ സ്ലീവ് അറ്റാച്ച് ആയിട്ടുള്ളത് പഫ് സ്ലീവ് ആണ്, എലാസ്റ്റിക് ആയിട്ട് വരുന്നത്. ജോർജറ്റ് മെറ്റീരിയൽ ആണ് കേട്ടോ. സിമ്പിളായിട്ട് വിത്ത് ലൈനിങ്, ഹാൻഡ് വർക്ക് ഒക്കെ വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതൊക്കെ കാണിച്ചു, ഇതിൻ്റെ ബൾക്ക് ഇഷ്ടം പോലെ ഇരിക്കുന്നുണ്ട് കേട്ടോ. കാണുന്നത് മൊത്തം നിലത്തിരിക്കുന്നത് മൊത്തം ബൾക്കായിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ. എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. 50 പീസോ 100 പീസോ 500 പീസോ 1000 പീസോ എത്ര വേണമെങ്കിലും, കാരണം ഇവരുടെ ഓൺ പ്രൊഡക്ഷൻ ആണ് അല്ലേ. അതെ, നമ്മളുടെ മാനുഫാക്ചറിങ്ങിലാണ് എല്ലാ ഐറ്റംസും വരുന്നത്. എത്ര പീസ് വേണമെന്ന് മാത്രം പറഞ്ഞാൽ മതി, അതിന്റെ ക്വാണ്ടിറ്റി എല്ലാം നമ്മളുടെ കയ്യിലുണ്ട്. എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ രണ്ടാളും ഇവിടെ തിളങ്ങി നിൽക്കണ്ട, ആരെങ്കിലും എല്ലാവരും നോക്കുന്നുണ്ട് ഇവിടെ അല്ലേ. കാര്യമായിട്ടെങ്കിലും ഒരുങ്ങിയൊക്കെ നിന്നിട്ട് രണ്ട് കളറിൽ ഇപ്പോഴത്തെ പുതിയ നമ്മൾ ഒരെണ്ണം സിമ്പിൾ ആയിട്ടുള്ളത്, രണ്ടും കാണുമ്പോൾ ഒരു ജാക്കറ്റ് മോഡലായിട്ട് ഫീൽ ചെയ്യും, പക്ഷെ ജാക്കറ്റ് മോഡലല്ല. ഞാൻ ഇട്ടിരിക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഒരു കുർത്തിയാണ്. ഇത് ആക്ച്വലി 3 പീസ് സെറ്റാണ്, 3 പീസ് സെറ്റിലാണ് വരുന്നത്. പിന്നെ ഇതെന്ന് പറഞ്ഞൊരു ജാക്കറ്റ് വന്നിട്ട് ലോങ് ലെങ്ത്തിൽ വരുന്നതാണ്. അപ്പോൾ നല്ല എന്താ പറയുക, പാർട്ടി വെയറിൽ നമുക്ക് മോഡസ്റ്റ് ആയിട്ട് വരുന്ന ഒരു കളക്ഷൻ ആണ്. നല്ല വർക്കും ഉണ്ട്, നല്ല. അപ്പോൾ ഒരു പാർട്ടി വെയറിൽ മോഡേൺ ആയിട്ട് വേണമെങ്കിൽ ഇത് നോക്കാം, അല്ലെങ്കിൽ എത്നിക് വെയറിൽ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ 3 പീസ് ആയിട്ട് പോവാം. ഇതാകുമ്പോൾ ജാക്കറ്റ് അല്ല, ഇതാകുമ്പോൾ ജാക്കറ്റ്. അത് അറ്റാച്ച്ഡ് അല്ല അല്ലേ, അറ്റാച്ച്ഡ് അല്ല.
രണ്ടും റിമൂവ് അല്ലേ? അറ്റാച്ച്ഡ് ആണ്. ആണ്. അത് കൊടുത്ത ആൾക്ക് അറിയുന്നില്ല. അറ്റാച്ച്ഡ് ആണ്. അപ്പൊ വേറെ ടെൻഷനൊന്നും ഇല്ല, സുഖമായിട്ട് പാട്ടിക്ക് ഡാൻസ് ഒക്കെ ചെയ്യാം. ട്രഡീഷണൽ വേണമെങ്കിൽ അതും മുകളിലുണ്ട്. അതും ഉണ്ട്. അപ്പൊ ഈ ഒരു ഏരിയ നമുക്ക് പിന്നെ വന്നിട്ട് കവർ ചെയ്യാം. നമ്മൾ എന്തായാലും ഇവിടെ പുതിയത് കുറെ അൺസ്റ്റിച്ചഡ് മെറ്റീരിയൽസ്, അതുപോലെ തന്നെ പിന്നെ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ റണ്ണിങ് സാരീസ് ഉണ്ട്, റണ്ണിങ് മെറ്റീരിയൽസ് ഉണ്ട്, ഇപ്പൊ എല്ലാം ഉണ്ട്. അപ്പൊ യൂണിറ്റ് ഇനി ഞങ്ങളും തുടങ്ങേണ്ടി വരും. അപ്പൊ നമുക്കൊന്ന് മുകളിലേക്ക് പോയി നോക്കിയാൽ അവിടുത്തെ വിശാലമായിട്ടുള്ള ഒരു സ്പേസ് ഒക്കെ നോക്കാം. പിന്നെ ഈ കാണുന്നത് നമ്മുടെ ബില്ലിംഗ് സെക്ഷൻ ആണ് അല്ലേ? ഇത് നമ്മുടെ ബില്ലിംഗ് സെക്ഷൻ ആണ്. ഇവിടെ നിന്നാണ് എല്ലാ ബില്ലിങ്ങും പാക്കും ഒക്കെ ചെയ്ത് നമുക്ക് ഇവിടെ പോകാനുള്ള ഐറ്റംസ് ആണ് ഇവിടെ എല്ലാം വെച്ചിരിക്കുന്നത്. ഇതൊക്കെ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. പർച്ചേസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഡിസ്പാച്ച് വൈകുന്നേരം പോകാനുള്ള ഐറ്റം ആണ്. അപ്പൊ ഇതിന്റെ ഓരോരുത്തരുടെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അല്ലാതെ എനിക്ക് വായിക്കാൻ പറ്റില്ല, വായിക്കാൻ പാടില്ല, കാരണം അത് അവരുടെ പ്രൈവസി ആണ്. അപ്പൊ നമുക്ക് മുകളിലേക്ക് പോയാലോ? പോവാം. സാരി ആദ്യമേ തന്നെ കാണുന്നുണ്ടല്ലോ. നമുക്കിപ്പോ കോളേജിലൊക്കെ പോയിട്ട് സാരി ഉടുക്കാൻ അറിയാത്ത എത്ര ആൾക്കാരുണ്ട്. ഇപ്പൊ ഞാൻ തന്നെ അതില് പെടുന്ന ആളാണ്. അപ്പൊ സാരി റെഡി ടു വെയർ ആണ്. ഇത് റെഡി ടു വെയർ ആണ്, പക്ഷെ കണ്ടാ പറയില്ല കേട്ടോ. ഒറിജിനൽ സാരിയുടെ ഒരു ശരിക്കും ഉടുപ്പിച്ച നമ്മള് ശരിക്കും സാരി ഉടുക്കില്ല, ആ ഒരു ഫീലിംഗ് കേട്ടോ. നല്ല രസത്തിൽ ഒതുങ്ങി നല്ല വൃത്തിയിൽ കിടക്കും. ട്രഡീഷണൽ. ഓക്കെ, അപ്പൊ ട്രഡീഷണൽ വെയർ ഉണ്ട്, അങ്ങനെ പഫ് മോഡൽ ആയിട്ടുള്ള ഫ്രോക്ക് ഉണ്ട്. ഇതും ഫ്രോക്ക് തന്നെയാണ്. ഫ്രോക്ക് തന്നെയാണ് അജ്രക്കിന്റെ ഏറ്റവും കസ്റ്റമേഴ്സിനൊക്കെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റാണ് അജ്രക്കിന്റെ. പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിലും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ, സ്ലീവ്ലെസ് ആണ് വരുന്നത്. സ്ലീവ് ഉള്ളിൽ അറ്റാച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. പിന്നെ പോക്കറ്റ് ഒക്കെ സമ്മ വരുന്നത് നല്ല വളരെ എന്ന് വെച്ചാൽ എല്ലാം ഒക്കേഷൻ അല്ലെങ്കിൽ 365 ഡേയ്സിന്റെ ഉള്ള ഡ്രസ്സ് വേണോ, പാർട്ടി വെയർ വേണോ, കാഷ്വൽ വേണോ, ട്രഡീഷണൽ വേണോ, എല്ലാ ഐറ്റംസും. ഇതിപ്പോ നമുക്ക് കോർഡിനേറ്റ് സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഷർട്ടും പിന്നെ പാന്റും ആ ഒരു മോഡൽ കോഡ് സെറ്റ് ഷർട്ട് മോഡൽ ആയിട്ടുള്ള നല്ല നല്ല വെറൈറ്റീസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ പിള്ളേർക്ക് നമ്മൾ സാധാരണ എപ്പോഴും സിംഗിൾ കുർത്തി, സാധാ കുർത്തിയിൽ അജ്രക്കിന്റെ വർക്കെല്ലാം കണ്ടിരിക്കണം. അപ്പോൾ പിള്ളേർക്കും ഇതാ ഫ്രോക്കിൽ നമുക്ക് അജ്രക്കിന്റെ വർക്കൊക്കെ ആയിട്ട് വന്നിട്ടുള്ള ഒരു കളക്ഷൻ. ഇതൊക്കെ സാമ്പിളാണ്. ഇതിന്റെ ബൾക്കായിട്ട് എത്ര പീസ് വേണമെങ്കിലും. നമ്മുടെ സാരിയുടെ സ്റ്റോക്കാണ് ഇവിടെ ഇരിക്കുന്നത്. ഇത് ഫുൾ സ്റ്റോക്ക് അല്ല, ഇത് കുറച്ച് സാമ്പിൾ പീസ് മാത്രമേ നമ്മളിവിടെ വെച്ചിട്ടുള്ളൂ. ബാക്കി എല്ലാ സ്റ്റോക്കും മുകളിലാണ്. കാരണം എല്ലാം കൂടി നമ്മൾ ഇറക്കി കഴിഞ്ഞാൽ പറയണതനുസരിച്ചിട്ട്. നേരത്തെ പറഞ്ഞ പോലെ ഇത് 8000 സ്ക്വയർ ഫീറ്റ് ആണെന്ന് പറഞ്ഞു. ഈ ഒരു സ്പേസിൽ കുറെ സ്പേസ് നമുക്ക് ഉള്ളിൽ കാണാൻ കിടക്കുന്നുണ്ട്. ഇതുപോലെ സ്റ്റോക്ക് മുകളിലത്തെ സെക്ഷനിലാണ് നമ്മൾ ഏറ്റവും വെച്ചിരിക്കുന്നത്. പിന്നെ ജാക്കറ്റ് മോഡൽ ഉണ്ട്, ഡങ്കറി മോഡൽ ഉണ്ട്, അങ്ങനെ വെറൈറ്റികൾ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ ഇനി അജ്രക്കിന്റെ തന്നെ വെറൈറ്റി ചൂസ് ചെയ്യാനായിട്ട് ഇതാ ഈ ഫുൾ റാക്ക് കാണുന്നത് മൊത്തം ഇതൊക്കെ അജ്രക്ക് തന്നെയല്ലേ? ഡെയിലി വെയറും പിന്നെ ഡെയിലി വെയറിന് ബിഗ് സൈസ്, അതാണ് പ്ലസ് സൈസ് ഉള്ളവർക്ക് സെപ്പറേറ്റ് ഒരു റാക്ക് തന്നെ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഈ കാണുന്ന ബിഗ് സൈസ് അല്ലെങ്കിൽ ഇതൊക്കെ എടുക്കണമെങ്കിൽ നമുക്ക് സെറ്റ് ആയിട്ട് തന്നെ എടുക്കണം അല്ലേ? അതെ, സെറ്റ് ആയിട്ട് തന്നെയാണ് വരുന്നത്. നമുക്ക് ഒരു സെറ്റില് വരുന്നത് 46, പിന്നെ 46, 48 അങ്ങനെയായിരിക്കും. പിന്നെ 50 അങ്ങനെ 3 പ്ലസ് സൈസ് വരുമ്പോൾ 3 സെറ്റ് ആയിരിക്കും. അല്ലെങ്കിൽ മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ അങ്ങനെ 4 ഒരു സെറ്റ്, അല്ലെങ്കിൽ ഈ ഒരു പ്ലസ് സൈസ് അങ്ങനെയായിട്ടാണ് എടുക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇത് ഹോൾസെയിലാണ്. പുതിയതായിട്ട് കാണുന്നവർക്ക് വേണ്ടി പറയണത്, അല്ലെങ്കിൽ പഴയതായിട്ട് സ്ഥിരമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവർക്ക് ഐശ്വര്യനെ കുറിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല കേട്ടോ. കാരണം അത്രയും ക്വാളിറ്റിയുള്ള നല്ല ഫിനിഷിങ്ങോടും സ്റ്റിച്ചിങ് എല്ലാ കാര്യവും പെർഫെക്റ്റ് ആയിട്ടാണ് ചെയ്യാറുള്ളത് അല്ലേ? അതെ, ക്വാളിറ്റിയിൽ ഒരിക്കലും കോംപ്രമൈസ് വരുത്താറില്ല. എല്ലാ ഐറ്റംസും നമ്മൾ പാച്ച് ടെസ്റ്റും അതുപോലത്തെ എല്ലാ ടെസ്റ്റും കഴിഞ്ഞിട്ട് മാത്രമേ നമ്മൾ മാസ് പ്രൊഡക്ഷന് വിടാറുള്ളൂ. പിന്നെ ഐശ്വര്യ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഐശ്വര്യ മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം ഐശ്വര്യയിൽ വന്നിട്ട് ഐശ്വര്യനെ കാണാൻ പറ്റാത്തത് ഒരു ഭയങ്കര ഒരു ഫീലിംഗ് തന്നെയായിരുന്നു. ഞാൻ പിന്നെ പെട്ടെന്ന് വന്നതാണ്. കാരണം ഇവിടെ അൺസ്റ്റിച്ചഡ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ പിന്നെ എന്തായാലും ഒന്ന് കണ്ടിട്ട് പോവാന്ന് വിചാരിച്ചു. എന്തായാലും മാർക്കറ്റിൽ വന്നതാണ്. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത വെറൈറ്റി ഒന്ന് 2-3 കൂടി ഒന്ന് കാണിക്കുമോ? ഫീഡിങ്ങിന്റെ അതുപോലെ മെറ്റർണിറ്റി വെയറിന്റെ നല്ലൊരു കളക്ഷൻസ് ഇവിടെ തന്നെ ഉണ്ട്. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഐശ്വര്യ പ്രഗ്നന്റ് ആയ സമയത്ത് ആ ഒരു മെറ്റർണിറ്റി വെയറിനെ നല്ല രീതിയിൽ ഇവർ മാനുഫാക്ചർ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അതും ക്വാളിറ്റിയോട് കൂടിയിട്ട്. കാരണം ആ ഒരു അനുഭവം തന്നെയാണല്ലോ നമുക്ക്. അപ്പോൾ മെറ്റേണിറ്റി ആ ഒരു ടൈം എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ കംഫർട്ട് വേണ്ടാന്ന്. അപ്പോൾ ഐശ്വര്യയുടെ മേൽനോട്ടത്തിൽ തന്നെയാണ് ഇത് വന്നിരിക്കുന്നത്. അപ്പോൾ എന്താണ് അവർക്ക് വേണ്ടത് എന്നുള്ളതും കസ്റ്റമേഴ്സിന്റെ ഒപ്പീനിയൻ കൊണ്ട് നമ്മൾ മാനുഫാക്ചർ ചെയ്തേക്കുന്ന ഐറ്റംസ് ആണ്. ഇത് അൺസ്റ്റിച്ചഡ് ആണ് കേട്ടോ. അല്ല സോറി, ഇത് മെറ്റർണിറ്റി ആണ് കേട്ടോ. ഫീഡിങ് കുർത്തിയാണ്. കുർത്തീസാണ് കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചിരുന്നത്. ഇപ്പോൾ അത് 2 പീസാക്കി മാറ്റിയിട്ടുണ്ട്, ടോപ്പ് വിത്ത് ബോട്ടം. അങ്ങനെ ഇതിൻ്റെ ഒരുപാട് വെറൈറ്റീസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ എടുക്കുകയാണെങ്കിൽ ഒക്കെ നമുക്ക് സെറ്റ് തന്നെ എടുക്കണം കേട്ടോ. അതിന്
ഒരു മാറ്റം ഉണ്ടാവില്ല. അതിൻ്റെ കളർ ചേഞ്ചസ് വേണമെന്ന് വെച്ചാൽ കളർ ചേഞ്ചസ് ഉണ്ട്. ഈ ഒരു സെക്ഷൻ ഫുൾ മെറ്റർണിറ്റി ആണല്ലേ. ഇത് പല പല മോഡൽസ് ആയിട്ടുള്ള മെറ്റർണിറ്റി വെയറിൻ്റെ ഒരുപാട് കളക്ഷൻസ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇവിടുത്തെ പുതിയ വെറൈറ്റി എന്താണെന്ന് അത് അന്വേഷിച്ച് വന്നതാണ്. അൺസ്റ്റിച്ചഡ് അതുപോലെ തന്നെ റണ്ണിങ് മെറ്റീരിയൽസ് ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ അതൊന്ന് പോയി നോക്കിയാലോ നമുക്ക്. റണ്ണിങ് മെറ്റീരിയലിൻ്റെ സെക്ഷൻസ്, പിന്നെ ഇതിൻ്റെ ഇടയിൽ കുറേ കുർത്തീസൊക്കെ കാണുന്നുണ്ട്. അതൊക്കെ നമുക്ക് അവിടുത്തെ കഴിഞ്ഞിട്ട് സമയം കിട്ടുകയാണെങ്കിൽ വന്ന് നോക്കാം. തിരിച്ചു വന്നിട്ട് നമുക്കൊന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ കളക്ഷൻസ്, ഇതൊക്കെ ഷിഫോൺ ഫ്രോക്സ്, ജാക്കറ്റ് വരുന്ന ടൈപ്പ് അങ്ങനത്തെ. ഇതിപ്പോ സിമ്പിൾ ആയിട്ടുള്ള ജാക്കറ്റ് മോഡലായിട്ട് നമുക്ക് കാഷ്വൽ ആയിട്ട് വെയർ ചെയ്യാം. ഇനി പാർട്ടി വെയറിൽ വേണമെങ്കിൽ വെച്ചാൽ നമ്മൾ ഉടുത്തിരിക്കണം അതുപോലത്തെ. ഇനി ഇത്രയും ജാക്കറ്റ് വേണ്ട, ചെറിയ രീതിയിൽ ജാക്കറ്റ് വേണമെന്ന് വെച്ചാൽ അങ്ങനെയും ഉണ്ട് ഇവിടെ. അല്ല, അതിനും ഒരു കുറവില്ല. ഇത് സിമ്പിൾ ആയിട്ടുള്ള ഷ്രഗ് മോഡലായിട്ട് വരുന്നത്. കളർ ചേഞ്ചും നമുക്ക് അവൈലബിൾ ആണ്. ഈ ഒരു റാക്ക് ഫുൾ ആ ഒരു മോഡലിലാണ്. ഇതല്ലേ? അതെ, ഹാൻഡ് വർക്ക് വിത്ത് ജാക്കറ്റ്. ഹാൻഡ് വർക്ക്. അത് ഇപ്പോൾ നമുക്ക് ഇപ്പോൾ പാർട്ടിക്ക് പോവുകയാണെങ്കിൽ തന്നെ നമുക്ക് ഈ ഒരു ജാക്കറ്റ് യൂസ് ചെയ്യാം. ഇല്ലെങ്കിൽ ഇത് റിമൂവ് ചെയ്തിട്ട് സിമ്പിളായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെയും ഒരുപാട് കളേഴ്സ് ഉണ്ട്, അതുപോലെ വെറൈറ്റീസും ഉണ്ട് കേട്ടോ. ഇതൊക്കെ നമുക്ക് ജാക്കറ്റിൽ വരുന്ന നല്ല നല്ല വെറൈറ്റി കളക്ഷൻസ് ആണ് കേട്ടോ. അത് ഫുള്ളിലും ഉണ്ട്, ഹാഫിലും ഉണ്ട് അല്ലേ? അങ്ങനെ വെറൈറ്റീസ് ഇഷ്ടം പോലെ ഉണ്ട് നമ്മുടെ ഐശ്വര്യയിൽ. അപ്പോൾ വെറൈറ്റി കളക്ഷൻ അൺസ്റ്റിച്ചഡ് നമുക്ക് അതൊന്നും നോക്കാൻ പോയാലോ. അപ്പോൾ അത് കളക്ഷൻസ് കണ്ട് നമ്മൾ അങ്ങനെ നിന്നൊന്ന് പോകും. കാരണം കുർത്തീസിൽ തന്നെ ഓൾറെഡി ഐശ്വര്യ എന്ന് പറഞ്ഞിട്ട് ഒരു പേര് എടുത്തിട്ടുണ്ട്. നല്ല നല്ല ക്വാളിറ്റിയുള്ള ഐറ്റംസ്. ഇതാ ജാക്കറ്റ് എന്ന് പറയുമ്പോൾ ജാക്കറ്റിലാണ് വെറൈറ്റികളാണ് അത് വന്നിരിക്കുന്നത്. അതെ, ഇത് പ്ലെയിൻ ഉള്ളിൽ വന്നിട്ട് അതില് ജാക്കറ്റ് സിമ്പിൾ ആയിട്ട് സ്മോക്കി ആയിട്ട് വരും. അപ്പൊ നല്ലൊരു കംഫർട്ട് ആയിരിക്കും. അതിൽ തന്നെ ഇനി വേണമെന്ന് വെച്ചാൽ നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫ്രോക്ക് ടൈപ്പ് വന്നിട്ടുണ്ട്. ജാക്കറ്റിലൊക്കെ നല്ല നല്ല വെറൈറ്റീസ് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ നല്ല വെറൈറ്റി കളക്ഷൻസ് ആണ് ജാക്കറ്റിൽ വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഇത്രയും കളക്ഷൻസ് വരുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ ഫുൾ ഇതിൻ്റെ ഇതാ ഇവിടെ സ്റ്റോക്ക് ഇരിക്കുന്നത്. ഇതൊക്കെ സ്മോക്കിയിൽ വരുന്നത്. ഇതെല്ലാം സ്മോക്കിയിലും അല്ല, ഇതിന്റെ സ്റ്റോക്ക് ഇനിയും നമുക്ക് മുകളിലുണ്ട്. അപ്പോൾ ആ സ്റ്റോക്കൊക്കെ നമുക്ക് കാണാം. അപ്പോൾ ഇതിൻ്റെ സ്മോക്ക് വർക്ക് എന്ന് പറയുമ്പോൾ ഇത് പുറമേ നിന്ന് വരുത്തിച്ചിട്ടുള്ളതല്ല, ഇത് ഇവരുടെ ഓൺ പ്രൊഡക്ഷനാണ്. സ്മോക്ക് വർക്കും ഇവർ തന്നെ ചെയ്യുന്നത്. ഇതിൻ്റെ നല്ല ഭംഗിയുള്ള വർക്ക് കണ്ടോ. ഇതുപോലത്തെ വെറൈറ്റി കളക്ഷൻസ് ഒരുപാടുണ്ട് കേട്ടോ. അപ്പം ഇതൊക്കെ ഫ്രോക്ക്, നമുക്ക് എന്താ പറയുക, കോട്ട് അങ്ങനത്തെ ടൈപ്പൊക്കെ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ റണ്ണിങ് മെറ്റീരിയൽസോ ഇവിടെ നിന്ന് തുടങ്ങുവാണ് നമ്മളുടെ റണ്ണിങ് മെറ്റീരിയൽസ്. അപ്പോൾ ഇവിടെ നിന്നാണ് സ്റ്റാർട്ടിങ് വരുന്നത് നമുക്ക് റണ്ണിങ് മെറ്റീരിയൽസിൽ കളക്ഷൻസ്. കഴിഞ്ഞ പ്രാവശ്യം ഒന്നും റണ്ണിങ് മെറ്റീരിയൽസ് ഉണ്ടായിരുന്നില്ല, അൺസ്റ്റിച്ചഡും ഉണ്ടായിരുന്നില്ല അല്ലേ? ഇപ്പോൾ പുതിയതായിട്ട് ലോഞ്ച് ചെയ്തിട്ട് അത് നമ്മുടെ വീഡിയോ കൂടെ ആയിക്കോട്ടെ. ഐശ്വര്യ ഇല്ലാത്തതിൻ്റെ ഒരു വിഷമത്തോട് കൂടിയിട്ടാണ് നമ്മൾ തുടങ്ങുന്നത്. അപ്പോൾ ഇത് ഫുൾ വരുന്നത് റണ്ണിങ് മെറ്റീരിയൽസിൻ്റെ ബൾക്കായിട്ട് ഇരിക്കുന്ന കുറേ കളക്ഷൻസ്. ഏത് മോഡൽ ചോദിച്ചാലും എല്ലാതും ഉണ്ട് കേട്ടോ. ഷിഫോൺ വേണം, ജോർജറ്റ്, ബാറ്റിക് പ്രിൻറ്റ് വേണം, അല്ലെങ്കിൽ ഇങ്ങനെ പല ഇതിലുണ്ട് കേട്ടോ. റോസ് സിൽക്കിൽ വേണം, അങ്ങനെ പല 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 മെറ്റീരിയൽസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പം ഇത് മാത്രമല്ല, ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് ഒന്ന് തിരിഞ്ഞ് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വെറൈറ്റികളുണ്ട്. വെറൈറ്റി തന്നെയാണല്ലോ ഈ ഒരു സ്പേസ്. ഞാൻ പറഞ്ഞില്ലേ, സ്പേസ് കുറച്ചൊന്നുമല്ല, ഇഷ്ടം പോലെ സ്പേസസ് ആണ് അല്ലേ? അതെ അതെ അതെ. അപ്പോൾ ഈ ഒരു സ്പേസിൽ എന്താണ് വരുന്നത്? ഇവിടെ നമുക്ക് ആ ഒരു സെക്ഷനിലായിട്ട് വരുന്നത് നമ്മളുടെ റണ്ണിങ് മെറ്റീരിയൽ ആണ്. നമ്മുടെ കസ്റ്റമേഴ്സിന് ഏത് ഐറ്റാണോ വേണ്ടത്, ഏത് ബഡ്ജറ്റിലാണോ വേണ്ടത്, മാർക്കറ്റിൽ ഏറ്റവും കുറഞ്ഞ റേറ്റിൽ എല്ലാ ക്വാളിറ്റിയിലുള്ള ഐറ്റംസും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. അതാണ് ഗ്യാരണ്ടി പറയുന്നത്. കസ്റ്റമേഴ്സിന്റെ ആവശ്യം എന്തായാലും ഇവിടെ വന്നു കഴിഞ്ഞാൽ 100% സാറ്റിസ്ഫാക്ഷൻ. അപ്പോൾ റണ്ണിങ് മെറ്റീരിയൽസ് അവിടെ മാത്രമല്ല, ഇത് കൂടാണ്ട് ഇവിടെയും കുറച്ച് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ എന്ന് പറയുമ്പോൾ നമുക്ക് കോട്ടണിൽ വരുന്ന നല്ല വെറൈറ്റി കളർ. അപ്പോൾ ഇതൊക്കെ ഒരു ബണ്ടൽ എന്ന് പറയുമ്പോൾ എത്ര മീറ്റർ ഉണ്ടാവും? 20 to 25 ആണ് മാക്സിമം വരുന്ന ബൾക്കായിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ വിടുത്ത് വരാണെങ്കിലോ 44 നമുക്ക് ആ ഒരു ചുടിദാർ കറക്റ്റ് ആയിട്ട് പെർഫെക്റ്റ് എന്ന് വെച്ചാൽ വേസ്റ്റ് ഇല്ലാണ്ട് എങ്ങനെ തയ്ക്കാൻ പറ്റും, അതാണ് നമ്മൾ നോക്കേണ്ടത്. അതുപോലെ തന്നെ നമുക്ക് ടോപ്പും ബോട്ടായിട്ട് വേണമെങ്കിൽ മാച്ച് ചെയ്തിട്ടുള്ള ആ ഒരു വരുന്നുണ്ട്. അപ്പോൾ കളക്ഷൻസ് നോക്കുകയാണെങ്കിൽ ഇത് ഫുൾ കാന്ത പ്രിന്റിൽ വരുന്നുണ്ട്, കോട്ടണിൽ വരുന്നുണ്ട്, അജ്രക്കിൽ വരുന്നുണ്ട്, അങ്ങനെ വെറൈറ്റികൾ ഇഷ്ടം പോലെ ഉണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ടോപ്പ് ബോട്ടമായിട്ട് സെപ്പറേറ്റ് വേണമെങ്കിൽ അങ്ങനെയും ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ സൈഡിലാണ് നമുക്ക് ടോപ്പ് ബോട്ടത്തിൻ്റെ മാച്ചിങ് എവിടെയോ ഇത് ഫുള്ളില് ഇതില്ലേ. ഇതാ ഇത് വരുമ്പോൾ നമുക്ക് ടോപ്പ് നമുക്ക് ഇത് തയ്ക്കാൻ പറ്റും. അതിൻ്റെ കൂടെ തന്നെ ബോട്ടം വരുന്നത് ഇതായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഇഷ്ടം അനുസരിച്ചിട്ട് നമ്മുടെ രീതിയിൽ നമുക്ക് തയ്ച്ചിട്ട് ഈ യൂണിറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ നല്ല. അതെ വളരെ നമുക്ക് എൻക്വയറീസ് വന്നിട്ടുണ്ടായിരുന്നു റണ്ണിങ് മെറ്റീരിയൽ ഉണ്ടോ. അപ്പോൾ അങ്ങനെ ആയതുകൊണ്ടാണ് ഐശ്വര്യ ഡിസൈഡ് ചെയ്തത് റണ്ണിങ് മെറ്റീരിയൽ വേണം. കാരണം വീട്ടിൽ സ്റ്റിച്ച് ചെയ്തൊക്കെ
സെല് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അവർക്ക് കുറച്ചും കൂടി കോസ്റ്റ് എഫിഷ്യന്റ് ആയതുകൊണ്ടാണ് നമ്മളിത് സ്റ്റാർട്ട് ചെയ്തത്. എല്ലാവരെയും ഹെൽപ്പ് ചെയ്യണം, അങ്ങനെയായിരുന്നു ഐശ്വര്യയുടെ ആ ഒരു ഫസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെയാ വെച്ചാൽ കുർത്തീസ് മാത്രമാണ് ഫസ്റ്റ് ഐശ്വര്യ തുടങ്ങിയിട്ടുള്ളത്. അതും ക്വാളിറ്റി ഉള്ളത് വർക്കുള്ള ഐറ്റംസ് നല്ല ഫിനിഷിങ്ങോട് കൂടി. പക്ഷെ ഇപ്പോൾ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ 7000 സ്ക്വയർ ഫീറ്റ് അങ്ങനെ, ഈ പ്രാവശ്യം പറഞ്ഞപ്പോൾ 8000 സ്ക്വയർ ഫീറ്റ് ആയിട്ടോ, കുറച്ചുകൂടി സ്പേസ് കൂടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് സാമ്പിൾ മാത്രമാണ്, ഇതിന്റെ എല്ലാത്തിന്റെയും സ്റ്റോക്ക് ഇനിയും മുകളിലാണ്. കാരണം എല്ലാം കൂടി നമുക്ക് ഇവിടെ ഇറക്കി വെക്കാൻ പറ്റില്ല, കസ്റ്റമേഴ്സിന് നോക്കിയെടുക്കാനും ബുദ്ധിമുട്ടാവൂല. അപ്പൊ ഇത് നമ്മൾ ജസ്റ്റ് സാമ്പിൾസ് മാത്രം വെച്ചിട്ട് ഇതിന്റെ ബൾക്ക് ഇനിയും മുകളില് കുറെ ഇതേപോലെ സ്പേസ് തന്നെ മുകളിലുണ്ട് കേട്ടോ, മാത്രല്ല. അപ്പൊ അത് കൂടാണ്ട് ഇവിടെ സ്റ്റിച്ച്ഡ് മെറ്റീരിയൽ ഉണ്ട്, 3 പീസ് സെറ്റ്. അതും കൂടി ഒന്ന് നോക്കട്ടെ. അപ്പൊ ഞാൻ ഇട്ടിരിക്കണ പോലെ നമ്മുടെ സത്യം പറഞ്ഞ ഐശ്വര്യയുടെ പേര് പറഞ്ഞപ്പോ ഐശ്വര്യയുടെ അനിയത്തിയുടെ പേര് അറിയില്ല, ശ്രീലക്ഷ്മി എന്നാണ് എന്റെ പേര്. അത് മറന്നുട്ടാ. കാരണം ഇപ്പോഴും ഐശ്വര്യ എന്നുള്ള ഒരു മൈൻഡില്, ഐശ്വര്യ എന്നുള്ള ഒരു ലെവലില് ആ ഒരു, പിന്നെ ഐശ്വര്യയുടെ അനിയത്തി, അങ്ങനെയാണ് ഞാൻ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. ശ്രീലക്ഷ്മി സോറി ട്ടാ. ഓക്കെ, അപ്പൊ ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് സ്റ്റിച്ചഡ് ആണ് വരുന്നത്. സ്റ്റിച്ചഡ് എന്ന് പറയുമ്പോൾ 2 പീസ് വരുന്നുണ്ട്, 3 പീസും വരുന്നുണ്ട്. അതില് ഈ ഒരു സെക്ഷൻ എന്ന് പറയുമ്പോൾ കുറച്ച് പ്രീമിയം കളക്ഷൻസ് ആണ്. പാർട്ടി വെയർ ആകുമ്പോഴത്തേക്കും അത് ഒരു പ്രീമിയം കളക്ഷനിലേക്കാണ് നമുക്ക് പോകുന്നത്. പക്ഷെ നമുക്ക് കോട്ടണിൽ വരുന്നുണ്ട്, ഡെയിലി വെയറും 365 ഡേയ്സ് ഒക്കെ മൂവ് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസ് വരുന്നുണ്ട്. ഇത് ടോപ്പ്, അതുപോലെ തന്നെ ബോട്ടം, പിന്നെ വരുന്നത് ദുപ്പട്ട. അതും നല്ല സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയലാണ് കേട്ടോ ഇത് വരുന്നത്, വർക്കോട് കൂടിയിട്ട്. ഇത് ദുപ്പട്ട വരുമ്പോൾ നല്ല മൽമൽ കോട്ടൻ്റെ ദുപ്പട്ടയാണ് വരുന്നത്, ഭയങ്കര സോഫ്റ്റ് ആയിട്ട് കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ. ഇതിൻ്റെ ബൾക്കും കളേഴ്സും ഇതാണ് ഇതിൻ്റെ ബൾക്കും അതുപോലെ തന്നെ കളേഴ്സും ഇരിക്കുന്നത്. എത്ര കളറോ എത്ര ബൾക്ക് വേണമെന്ന് വെച്ചാൽ എല്ലാം അതിവിടെ ഉണ്ട്. പക്ഷെ സെറ്റ് ടു സെറ്റാണ് എടുക്കേണ്ടത്. മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ അങ്ങനെ സെറ്റാണ് എടുക്കേണ്ടത് കേട്ടോ. പിന്നെയും ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. നമ്മളെ പാർട്ടി വേണ്ട സെക്ഷൻ ആണ് ഈ ഒരു ഏരിയ. അതെ, ഫുൾ ഹെവി വർക്ക് വന്നിട്ട് അല്ലെങ്കിൽ മീഡിയം വർക്ക് നമ്മൾ ഇട്ടേക്കുന്ന പോലത്തെ ടൈപ്പ് ഒക്കെയാണ് ഇവിടെ വരുന്നത്. ടോപ്സും വരുന്നുണ്ട്, 3 പീസും വരുന്നുണ്ട്, 2 പീസും വരുന്നുണ്ട്. അപ്പൊ ഒരു പ്രീമിയം കളക്ഷൻസിൽ വേണമെങ്കിൽ പെടുത്താം. ഇതൊക്കെ കസ്റ്റമേഴ്സ് എടുക്കാൻ വേണ്ടി നോക്കിയേക്കണാണ്. അപ്പോൾ ഇതൊക്കെ 3 പീസിൽ വരുന്ന കളക്ഷൻസ് ആണ് കേട്ടോ. സെയിം വിചിത്ര സിൽക്ക്, സെയിം മെറ്റീരിയൽ. കാരണം ഇവരുടെ ഓൺ മാനുഫാക്ചറിങ് ആയതുകൊണ്ട് തന്നെ അവർക്ക് ഡിസൈൻസ് മാറ്റി മാറ്റി ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇനി സിമ്പിൾ വേണമെങ്കിൽ, അങ്ങനെ ഹെവി വർക്ക് അധികം വേണ്ട അങ്ങനെയുള്ളവർക്ക് പറ്റിയിട്ടുള്ളതാണ് 3 പീസിൻ്റെ ഒരു കോൺസെപ്റ്റ്. ഇത് വിത്ത് ദുപ്പട്ടയുടെ സൈഡിലും ഇങ്ങനെ വർക്ക് കൊടുത്തിട്ടുണ്ട്. കുറച്ച് നല്ല ജിഗ്ജാക്ക് മോഡൽ വേണം, കുറച്ച് തിളങ്ങി നിൽക്കണം എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷൻസ് ചൂസ് ചെയ്യാം. ഇതിലാണ് 3 പീസും വരുന്നുണ്ട്. ഇപ്പൊ ഞാൻ ആയതുകൊണ്ട് ഇത് ഇട്ടേക്കുന്ന ഏകദേശം നമുക്ക് കംഫർട്ടബിൾ കുട്ടിത്തം വേണം എന്നുള്ള, എന്നുവെച്ചാൽ 3 പീസ് ഇടുമ്പോൾ കുറച്ചുകൂടി മെച്ചോർഡ് ആയില്ലോ. അപ്പൊ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ഉണ്ട്, ടീനേജുകാർക്ക് വേണമെങ്കിൽ അങ്ങനെയും ഉണ്ട്. അതാണ് ഉദ്ദേശിക്കുന്നത്. അതിൽ കളേഴ്സും ഉണ്ട് കേട്ടോ ചൂസ് ചെയ്യുകയാണെങ്കിൽ. ഇത് ഞാൻ ഇട്ടിരിക്കുന്നതിന്റെ കളർ ചേഞ്ച് ആണ് തോന്നുന്നു. കളർ ചേഞ്ച് ആണ് ഇത് ഞാൻ ഇട്ടിരിക്കുന്നതിന്റെ കളർ ചേഞ്ച് ആണ് കേട്ടോ. ഇത് വിചിത്ര സിൽക്ക് മെറ്റീരിയലിൽ ഗ്രീൻ ഷെയ്ഡിലാണ് ഇതിന്റെ കളർ വരുന്നത്. അതിൽ സ്ലീവിലും വർക്ക് വരുന്നുണ്ട് കേട്ടോ. സെയിം ഈ ഒരു വർക്കോട് കൂടിയിട്ടാണ് നല്ല. പിന്നെ ഇത് വാഷ് ചെയ്ത് അങ്ങനെ പോവാൻ ഒരു ചാൻസും ഇല്ല കേട്ടോ. അത്ര സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഇത് യൂസ് ചെയ്തിരിക്കുന്നത്, ഡയമണ്ടിന്റെ ഇത്. അങ്ങനെ ചിലതൊക്കെ അങ്ങനെ വാഷിലൊന്നും നമുക്കത് പോവില്ല. ചിലതൊക്കെ പറയുമ്പോൾ നമുക്ക് അങ്ങനെ ഹാർഷാവും, അങ്ങനെ ഒരു ഫീലിംഗ് നമുക്ക് കിട്ടുന്നില്ല. ഭയങ്കര സോഫ്റ്റ് ആൻഡ് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു. പിന്നെ ഇത് നമുക്ക് ഇപ്പൊ നമ്മൾ കണ്ട സ്റ്റോൺ വർക്ക് ആണ്. ഇത് മിറർ വർക്കും പിന്നെ ബീഡ്സ് വർക്കും വന്നിട്ടാണ്. അതിന്റെയും ദുപ്പട്ടയുണ്ട് ഒപ്പം. ഓക്കെ, ഇതും 3 പീസിന്റെ ഒരു കോൺസെപ്റ്റാണ് വരുന്നത്. ഒക്കെ വിചിത്ര സിൽക്കിലാണ് കേട്ടോ വരുന്നത്. ദുപ്പട്ടയിലും അത്യാവശ്യം ഫുൾ വർക്ക് വന്നിട്ടുണ്ട്. ബ്ലാക്ക് സീക്വൻസിൽ ആണ് ഇതിന്റെ വർക്ക് വന്നിരിക്കുന്നത്. 3 പീസിന്റെ ഒരു കോൺസെപ്റ്റ്. അങ്ങനെ ബൾക്കായിട്ട് ഇഷ്ടം പോലെ ഉണ്ട്. ഇതൊക്കെ നമ്മൾ സ്ഥിരം നമ്മുടെ ഐശ്വര്യയുടെ വീഡിയോയിലൊക്കെ കാണിക്കണതാണ്. പക്ഷെ നമുക്ക് പുതിയത് വന്ന കളക്ഷൻസിലേക്കാണ്. അതുപോലെ എനിക്ക് മുകളിലത്തെ ഫ്ലോറും കൂടി ഒന്ന് കവർ ചെയ്യണം. കാരണം അത്രയും അധികം സ്റ്റോക്കാണ് ഇരിക്കുന്നത്. പിന്നെ ഇനി ഓരോരോ സെക്ഷൻ, ഈ ഒരു സെക്ഷൻ എന്താ? ഇത് കിഡ്സിന്റെ ആണ്. ടോപ്സ് ഒരു 12 വയസ്സ് തൊട്ടുള്ള എല്ലാ കുട്ടികൾക്കും വെച്ച ക്രോപ്പ് ടോപ്സും ലോങ് ടോപ്സും. അപ്പൊ എത്ര സൈസ് സ്റ്റാർട്ടിങ് വരുന്നത് ഇതില്? മീഡിയം, ലാർജ്, എക്സൽ അവിടുന്ന് കുട്ടികൾക്കുള്ളത് അല്ലേ? 12 ഇയേഴ്സ് ആ ഏജിലുള്ള പെൺകുട്ടികൾക്ക്. പിന്നെയാണ് നമ്മുടെ അൺസ്റ്റിച്ചിന്റെ ഒരു ലോകത്തേക്കാണ് നമ്മൾ പോകുന്നത് അല്ലേ? ഇത് ഫുൾ അൺസ്റ്റിച്ച് മെറ്റീരിയലിന്റെ ഒരു ലോകത്തേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. നല്ല അടിപൊളി വെറൈറ്റി കളക്ഷൻസ് ഒക്കെ ഉണ്ട്. നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് എങ്ങനെ വേണേലും സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് എവിടെ നിന്നാണ് തുടങ്ങേണ്ടത്? ഇതിന്റെ ഒക്കെ വർക്ക് ഉണ്ടോ? എന്ത് രസമല്ലേ കാണാനായിട്ട്.
നല്ല ഭംഗിയുള്ള നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന വർക്ക്. ഇത് വീനെക്കാണ് ഇപ്പോഴത്തെ ട്രെൻഡായിട്ട് വരുന്ന ഒരു കളക്ഷൻ. അപ്പൊ ഇതിന്റെയും കളർ ചേഞ്ചസ് ഉണ്ടാവുമല്ലോ അല്ലേ? ഇപ്പൊ നമുക്ക് കളർ ചേഞ്ചസും ഉണ്ട്. ഇത് വിചിത്ര സിൽക്കിൽ തന്നെയാണ് വരുന്നത്. ഓ, കളർ ചേഞ്ച് അതിന്റെ കൂടെ തന്നെ ഇങ്ങനെ വെച്ചിട്ടുള്ളതല്ലേ. അപ്പൊ അതിൽ വരുമ്പോ നല്ല അടിപൊളി റാണി പിങ്ക്, ബ്ലാക്ക്, ഒന്നിലൊന്ന് ഫേവറേറ്റ് കളേഴ്സ് ആണ് കേട്ടോ മൊത്തം വരുന്നത്. പിങ്ക്, ബ്ലാക്ക്, ഗ്രീൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ലേഡീസിന്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള കളേഴ്സ്. അപ്പൊ ഇത് നമുക്ക് ഇഷ്ടപ്പെട്ട ഏത് മോഡൽ വേണമെങ്കിലും നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. അപ്പൊ ഈ കാണിക്കുന്ന കളേഴ്സ് മൊത്തം എടുക്കണം. അതെ, മൊത്തമായിട്ട്. കാരണം ഇത് ഹോൾസെയിലാണ്. അത് എടുത്തെടുത്ത് പറയാം. അപ്പൊ ഇത് ഇപ്പൊ നേരിട്ട് നമുക്ക് വരാൻ പറ്റാത്തവർക്കാണെങ്കിൽ എന്താ ഓപ്ഷൻ? നമുക്ക് വീഡിയോ കോൾ ഓപ്ഷൻ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇൻസ്റ്റഗ്രാം പേജ് ഉണ്ട്. അപ്പൊ ഇൻസ്റ്റഗ്രാം പേജിൽ നമുക്ക് എപ്പോഴും അപ്ഡേറ്റ്സ് ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് അപ്പോൾ കസ്റ്റമേഴ്സിന് അതിൽ നിന്ന് നമുക്ക് ഓർഡർ പ്ലേസ് ചെയ്യാം. പക്ഷെ സ്റ്റോക്ക് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണെങ്കിൽ മാത്രമേ ഒരു ബുദ്ധിമുട്ടേ ഉണ്ടാവുള്ളൂ. കുറെ നാൾ മുന്നത്തെ വീഡിയോസ് ഒക്കെ ആണെങ്കിൽ അതില് അപ്പോ ചിലപ്പോൾ അത് നമ്മൾ മാനുഫാക്ചറിംഗ് വിട്ടിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് ആ ഒരു സമയം എടുക്കും. അത് അല്ലെങ്കിൽ പക്ഷെ നമുക്ക് എന്തായാലും സ്റ്റോക്ക് ഉണ്ടാവും ഐറ്റത്തിന്റെ. പിന്നെ എപ്പോഴും ഓരോരോ ട്രെൻഡുകൾ പുതിയത് വന്നുകൊണ്ടിരിക്കല്ലേ. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് എന്ന് പറയുമ്പോൾ ഈ വിചിത്ര സിൽക്ക്, അതുപോലെ ചിനോൺ ഫാബ്രിക്, ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ്. അതൊക്കെ പണ്ട് ഉണ്ടായിരുന്നില്ല. ഇനി അപ്പൊ അടുത്ത ഒരു മാസം കഴിയുമ്പോൾ എന്താണ് വെറൈറ്റി എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ എപ്പോഴും അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുക, പുതിയ പുതിയ കളക്ഷൻസ് ഡേറ്റ് നോക്കിയിട്ട്. അപ്പോൾ അത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഓർഡർ ചെയ്താൽ മതി. സ്ക്രീനിൽ നമ്പർ കൊടുക്കുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാം പേജ് ഐശ്വര്യ എന്നുള്ള പേരിൽ, ഐശ്വര്യ EKM കുർത്തീസ് EKM എന്നാണ്. ഐശ്വര്യ കുർത്തീസ് EKM. പിന്നെ വീഡിയോ കോൾ ആണ് നമ്മൾ കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത്. കാരണം ഇത്രയും കളക്ഷൻസ് ഉണ്ടല്ലോ, നമുക്ക് പോസിബിൾ അല്ല എല്ലാം ഇൻസ്റ്റഗ്രാമിൽ ഇടുക എന്നുള്ളത്. അപ്പം നമുക്ക് എല്ലാ ദിവസവും പുതിയ കളക്ഷൻസും വരുന്നുണ്ട്. അപ്പൊ വീഡിയോ കോൾ ആകുമ്പോൾ കസ്റ്റമേഴ്സിന് കാണാം, എടുത്ത് മാറ്റി വെക്കാം. അപ്പൊ ലൈവായിട്ട് അപ്പൊ പർച്ചേസ് ചെയ്ത് പോവാം. അപ്പൊ ഇൻസ്റ്റഗ്രാമിൽ ഇപ്പൊ പിക്ചേഴ്സ് ആണെങ്കിൽ നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റില്ലല്ലോ ഐറ്റം. അതുകൊണ്ട് അപ്പോൾ വീഡിയോ കോൾ ആണ് നമ്മൾ എപ്പോഴും അവൈലബിൾ ആയി കൊടുക്കുന്നത്. മോർണിംഗ് മെസ്സേജ് അയച്ച് ഈവനിംഗ് എന്നുള്ള നമ്മൾ സ്ലോട്ട് എങ്ങനെയെങ്കിലും മാക്സിമം കപ്പാസിറ്റിയിൽ നമ്മൾ എടുക്കുന്നതായിരിക്കും. അപ്പൊ തന്നെ പറ്റിയെങ്കിൽ സെയിം ഡേ സെയിം ടൈമിൽ ഡിസ്പാച്ചും കൂടി ചെയ്യുന്നതായിരിക്കും. കാരണം ഇതൊക്കെ എന്ന് പറയുമ്പോൾ ലൈവ് അപ്പ പോണ്ട കാര്യങ്ങളാണ്. പിറ്റേ ദിവസത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ അത് അപ്പ വേറെ ആൾ വന്ന് എടുത്തോണ്ട് പോകും. അപ്പൊ പെട്ടെന്ന് നിങ്ങൾ വീഡിയോ കോൾ ചെയ്ത് പെട്ടെന്ന് അവനവന്റെ കളക്ഷൻസ് വേഗം മാറ്റി വെക്കാൻ പറഞ്ഞു അല്ലേ? അതെ. അപ്പൊ ഇത് അൺസ്റ്റിച്ച് മെറ്റീരിയലിന്റെ വെറൈറ്റി കളക്ഷൻസിൽ ഇനി അടുത്ത വെറൈറ്റി ചേച്ചി കാണിക്കൂ. ചേച്ചിയാണ് നമ്മുടെ ഇവിടുത്തെ എന്താ പറയാ താരം അല്ലേ? ഇപ്പൊ അൺസ്റ്റിച്ചില് ഇത് കോട്ടനോ? കലംകാരിയില് കോട്ടണില് വരുന്ന അൺസ്റ്റിച്ചഡ്. അതുപോലെ ഇത് ബോട്ടം കേട്ടോ. അടിയിൽ ബോട്ടമാണ് ഈ പോർഷൻ വരുന്നത്. മുകളിൽ കലംകാരി വർക്കാണ് കേട്ടോ വരുന്നത്. പിന്നെ ഇതിൻ്റെ ദുപ്പട്ട ഒക്കെ കോട്ടണിൽ നല്ല പ്യുവറായിട്ട് സോഫ്റ്റ് ആയിട്ടുള്ള, ഭയങ്കര പിടിക്കുമ്പോൾ ഭയങ്കര ഇങ്ങനെ ഇട്ട അവിടെ ഇങ്ങനെ കിടന്നോളും. അങ്ങനെ ഒഴുകി 365 ഡേയ്സ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കളക്ഷൻസ് ആണ് കേട്ടോ. അപ്പം ഇതിൽ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് അൺസ്റ്റിച്ചഡ് കളർ ചേഞ്ചസ് ആയിരിക്കും വരിക. ഇത് പിടിച്ച് ഇതിലിപ്പോൾ അൺസ്റ്റിച്ച് എന്ന് പറയുമ്പോൾ നമുക്ക് കളർ ചേഞ്ചസ് ആയിരിക്കും വരിക. ഇതാകുമ്പോൾ ഗ്രീൻ, റെഡ്, പിന്നെ ഒരു ബ്ലാക്ക്, ബ്ലൂ ആയിട്ട് അങ്ങനെ കോഫി ബ്രൗൺ ഷെയ്ഡ് അങ്ങനെ. അപ്പോൾ നമുക്കിത് എടുത്താലും വലിയ നഷ്ടമൊന്നും പറയാനില്ല. കാരണം ഒരേ ഡിസൈൻസ് ഒന്നുമല്ല, ഒക്കെ ഡിഫറെൻറ്റ് ആയാലും നമുക്ക് പല ആൾക്കാർക്ക് ഒരാളെ തന്നെ പർച്ചേസ് ചെയ്ത് പോയാലും നഷ്ടം വരുന്നില്ല റീറ്റെയിലിൽ പോവുകയാണെങ്കിൽ തന്നെ. അപ്പോൾ അടുത്തതിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് അൺസ്റ്റിച്ചഡിൽ കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്ന കളക്ഷനാണ് കേട്ടോ. ഇത് പാൻറ്റ് പിടിച്ച് ദുപ്പട്ട ചേച്ചി പിടിക്കൂ. അപ്പോൾ ഇങ്ങനെ ഒരു കളക്ഷൻ കോട്ടണിൽ തന്നെ ഒരു സിൽക്കി കോട്ടൺ ആ ഒരു മെറ്റീരിയലാണ് കേട്ടോ. ഫുൾ യോക്കില് വർക്ക് വരുന്നത്. യോക്കിൽ ഫുൾ വർക്ക് വന്നിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ സൈസിൽ എങ്ങനെ വേണമെന്ന് വെച്ചാൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ ഉള്ള ഓപ്ഷൻസ് ഉണ്ട്. സ്ലീവിലും ചെറിയൊരു വർക്ക് ഉണ്ട്. ദുപ്പട്ട വരുമ്പോൾ നല്ല അടിപൊളി കോൺട്രാസ്റ്റ് ആയിട്ട് ഉള്ള ഒരു ഷെയ്ഡിലാണ് കേട്ടോ വന്നിരിക്കുന്നത്. കളർ ഭയങ്കര ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു കളർ അല്ലേ? എന്ന് വെച്ചാൽ നോർമൽ റയർ ആയിട്ടുള്ള കളറും അല്ല, അന്ന് കണ്ടിട്ടുള്ള കളറും ആണ്. പക്ഷെ ഇത് കൂടെ ആഡ് ചെയ്തപ്പോൾ അതൊരു ഡിഫറെന്റ് ലുക്കായി മാറി. സമ്മർ ടൈമിലൊക്കെ നല്ല ഫോട്ടോസ് ഒക്കെ എടുക്കാൻ പറ്റിയ ഇതാണ് കളേഴ്സ്. അപ്പോൾ ഇതിൽ നമുക്ക് ചൂസ് ചെയ്യുമ്പോൾ ബൾക്കായിട്ട് തന്നെ എടുക്കണം. ഇതിൽ നോക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഇത് കാണിച്ചതിൻ്റെ തന്നെ നമുക്ക് ഉൾട്ടായിട്ടുള്ള ഷെയ്ഡും വരുന്നുണ്ട്. ഇതാ ഇതിൽ തന്നെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഷെയ്ഡ് വരുന്നുണ്ട്. ഇതിലും അങ്ങനെ തന്നെയാണ് കേട്ടോ. പിങ്ക് ഗ്രീൻ വരുമ്പോൾ ഇത് ഗ്രീനിൽ പിങ്ക്, അങ്ങനെ ഒരു സെറ്റ് ഫുള്ളായിട്ട് 4 പീസിൻ്റെ സെറ്റ്. ചിലതിൽ 3 പീസ് സെറ്റ്, ചിലതിൽ അല്ല 3, 4 അങ്ങനെയായിട്ടാവും വരില്ല. അങ്ങനെ സെറ്റാണ് വരുന്നത്. അടുത്തത് എടുക്കൂ ചേച്ചിയാണ് ഇവിടുത്തെ ഓൺലൈൻ. അപ്പോൾ ചേച്ചിയോട് ചോദിക്കട്ടെ, തരൂ. നല്ല നല്ല വെറൈറ്റികളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് കോട്ട ചെക്കിൽ ഇത് ഇവിടെ ഇരിക്കട്ടെ. കോട്ട ചെക്കിലാണ്. കോഡാണ് കേട്ടോ ഇവരുടെ, പ്രൈസൊന്നുമല്ല കോഡ്.
അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇവിടുത്തെ സ്റ്റാർട്ടിംഗ് റേറ്റ് എത്രയാണ് പറഞ്ഞത്? ഇത് നമുക്ക് വരുന്നത് അൺസ്റ്റിച്ച് ചുരിദാർ മെറ്റീരിയൽ 395 അതാണ് നമ്മളുടെ സ്റ്റാർട്ടിംഗ് റേഞ്ച്. സ്റ്റാർട്ടിംഗ് റേറ്റ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കുർത്തീസിലോ? 295 ആണ് നമ്മളുടെ സ്റ്റാർട്ടിംഗ് റേഞ്ച് വരുന്നത്. സ്റ്റിച്ച്ഡ് കുർത്തീസ്. സ്റ്റിച്ചഡ് കുർത്തീസ്, അത് സിംഗിൾ കുർത്തീസ് ആണ് സ്റ്റാർട്ടിംഗ് റേറ്റ് 295 എന്ന് പറയുന്നത് അല്ലേ? അതെ. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇതാ ലാഭം. ഇത് 3 പീസ് കിട്ടുമല്ലോ അല്ലെ? 100 കൂടുതൽ കൊടുക്കണ്ടോ? അപ്പൊ ഇത് ടോപ്പ് കോട്ട ചെക്കില് യോക്കിൽ ഇങ്ങനെ വർക്ക് വന്നിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ദുപ്പട്ടയിലും വർക്ക്, ആ ഒരു സൈഡ് ഫുള്ളിനെ സ്കാലപ്പ് പോലെ ചെയ്തിട്ട് ഉള്ള ഒരു ഗ്രീൻ എംബ്രോയ്ഡറി വർക്കാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇത് ബോട്ടം വരുന്നത് പ്ലെയിൻ ആണ് വരുന്നത്. ഇതിനും കളർ ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. കളർ ഓപ്ഷൻസ് വരുമ്പോൾ ഇതാണ് ഇതിൻ്റെ കളർ ഓപ്ഷൻസ് വരുന്നത്. ഇത്ര കളർ ഓപ്ഷൻസ് വരുന്നുണ്ട്. 3-4 സെറ്റ് കളേഴ്സ് എന്തായാലും നമുക്ക് ചൂസ് ചെയ്യാനായിട്ട് ഉണ്ടാവും. ഇനി അടുത്തതിന് നോക്കുകയാണെങ്കിൽ ഞാനിവിടെ ഇടുന്നുണ്ട്, ആരും കണ്ടില്ല എന്ന് വിചാരിക്കുന്നു. അതിന് പറയും ചേച്ചി ഡ്രസ്സ് ഉണ്ടെങ്കിൽ വലിച്ചെറിയല്ലേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയും കോമന്റ് സെക്ഷനിൽ വരും. നല്ലൊരു ഡിജിറ്റൽ പ്രിൻ്റാണ് ഇതിൽ വന്നിരിക്കുന്നത്. ഹക്കോബ മെറ്റീരിയലിൽ കോൺട്രാസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള പാൻറ്റാണ് കേട്ടോ. നല്ല കളർ എന്ന് പറയുമ്പോൾ സൂപ്പർ കളർ. അതിൽ ഫുൾ ഹക്കോബയിൽ ഡിജിറ്റൽ പ്രിൻ്റ് കേട്ടോ. പാൻറ്റ് നോക്കിയാൽ നല്ല ഭംഗിയുള്ള പാൻറ്റ് കണ്ടോ അല്ല? കളർ നല്ല കോൺട്രാസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള കളർ കേട്ടോ. ഇതിലും കളർ ഓപ്ഷൻസ് വരുന്നുണ്ട് ചൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ 395 ആണ് സ്റ്റാർട്ടിംഗ് റേറ്റ് അൺസ്റ്റിച്ചഡ് മെറ്റീരിയലിൽ വരുന്നത് കേട്ടോ. പിന്നെ റേറ്റ് ഇങ്ങനെ മാറി മാറി പോകും, കാരണം അതിനനുസരിച്ച് വർക്കും കൂടുമ്പോൾ അതിൻ്റെ റേറ്റും നമുക്ക് വരും. നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ ബഡ്ജറ്റ് അനുസരിച്ചുള്ള ഐറ്റം ഈ ഷോപ്പിൽ എന്തായാലും ഐശ്വര്യയിലുണ്ട് കിട്ടും. കാരണം നമ്മൾ മനസ്സിലൊരു കാര്യം ആവശ്യപ്പെട്ട് വരികയാണെങ്കിൽ ഇത്ര രൂപയ്ക്ക് നമുക്ക് വേണമെന്ന് പറഞ്ഞാൽ ആ സംഭവം ഉണ്ട്. പക്ഷേ സ്റ്റാർട്ടിംഗ് റേറ്റ് ഇവിടെ നിന്ന് അങ്ങോട്ട് ഇങ്ങനെ കയറി പോകും, അത്രേ ഉള്ളൂ. അപ്പോൾ എന്ത് ക്വയറീസ് ഉണ്ടെങ്കിൽ നമ്മളുടെ നമ്പറിൽ വിളിച്ചാൽ മതി. എല്ലാ ഡീറ്റെയിൽസും എല്ലാം നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ. അപ്പോൾ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, ഇനി യൂട്യൂബ് ഫേസ്ബുക്ക് അങ്ങനെ എന്തെങ്കിലും? നമ്മൾ അവിടെ ഫേസ്ബുക്ക് ഉണ്ട്, ഇൻസ്റ്റാഗ്രാമിനോട് ഒന്ന് ലിങ്ക് ചെയ്തിട്ടുള്ള ഫേസ്ബുക്ക് ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ പോസ്റ്റ് ചെയ്യുന്നത് സെയിം നമുക്ക് ഫേസ്ബുക്കിലും കാണാൻ പറ്റും. ഇനിയിപ്പോൾ ഇൻസ്റ്റാഗ്രാം ഇല്ലാത്തൊരു വിഷമിക്കേണ്ട ആവശ്യമില്ല, ഫേസ്ബുക്ക് എന്തായാലും ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ഫേസ്ബുക്കിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഐശ്വര്യ കുർത്തീസ് EKM എറണാകുളം എന്നുള്ളല്ലേ? EKM നമുക്ക് ആകെ ഒരു ബ്രാഞ്ചേ ഉള്ളൂ, അത് എറണാകുളത്താണ്. ഇവിടെ ഐശ്വര്യ ദി ഓൺലി ആൻഡ് വൺ ഓൺലി ഐശ്വര്യ പ്രസ് ക്ലബ് റോഡിലാണ് ഇത് മെയിനായിട്ട്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഫ്രണ്ടിൽ കാണുമ്പോൾ നമുക്ക് ചെറിയൊരു ഷോപ്പായിട്ടാണ് ഫീൽ ചെയ്യുക. പക്ഷെ ചെറിയ ഷോപ്പൊന്നല്ല, മുകളിലേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ വിശാലമായിട്ടുള്ള ഒരുപാട് വെറൈറ്റി കളക്ഷൻസ്. നമുക്ക് നമ്മുടെ മനസ്സിൽ എന്തൊക്കെ ആവശ്യമുള്ളത് അതൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ കിട്ടും. കാരണം ലേഡീസ് മാത്രമല്ല, കിഡ്സ് അല്ല, റണ്ണിങ് ഫൈബ്രൈസ് ഉണ്ട്. ഇപ്പോൾ അൺസ്റ്റിച്ചഡ് നോക്കുകയാണെങ്കിൽ അൺസ്റ്റിച്ചഡ് ഉണ്ട്. അങ്ങനെ നമ്മുടെ ആവശ്യത്തിന് അതൊക്കെ പോട്ടെ, തൊട്ടപ്പുറത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് പെൻസിൽ പാൻറ്, സിഗർ പാൻസ്, പിന്നെ നമുക്ക് ജീൻസ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ പലാസോ പാൻസും ഉണ്ട്, അതും ഉണ്ട്. വെസ്റ്റേൺ വെയറിലത്തെ അങ്ങനത്തെ കളക്ഷൻസ് അല്ലേ? വെസ്റ്റേൺ വെയർ നമുക്ക് ടോപ്സിലും വരുന്നുണ്ട്. ഷോർട്ട് ടോപ്സ്, ക്രോപ്പ് ടോപ്സ്, അങ്ങനെ ലേഡീസിന്റെ 12 ഏജ് തൊട്ടിട്ടുള്ള എല്ലാവർക്കും ഇടാൻ പറ്റിയ ഒരു ഐറ്റംസ് നമുക്ക് ഐശ്വര്യയിൽ കിട്ടും. അങ്ങനെ ഒരു കുർത്തിയിൽ മാത്രം ഒതുങ്ങുന്നതല്ല നമ്മുടെ ഐശ്വര്യ അല്ലെ? അതെ, ഇനിയും എക്സ്പാൻഡ് ചെയ്യാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ കേട്ടു എവിടേക്കോ എന്തൊക്കെയോ കുറെ കൂടിയും കൂട്ടാനുള്ള ഒരു പരിപാടി ഉണ്ട്. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് ആ ഒരു സ്പേസും കൂടി നമുക്ക് കാണാൻ പറ്റട്ടെ എന്ന് മനസ്സിൽ പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. അപ്പൊ ആ വീഡിയോയിൽ എന്തായാലും ഉണ്ടാവണം. ഐശ്വര്യം ഇല്ലാത്തതിന്റെ വിഷമം ഞാനിപ്പോ എത്രാമത്തെ തവണ പറയണേന്നറിയോ വിഷമം. പക്ഷെ വിഷമം ഇങ്ങനെയൊക്കെയല്ലേ പറഞ്ഞു തീർക്കാൻ പറ്റുള്ളൂ, എന്താ ചെയ്യാല്ലേ? ഇത് എനിക്ക് മാത്രല്ല കേട്ടോ, ഇപ്പൊ കണ്ടിരിക്കുന്ന ഒരു പഴയ ആൾക്കാരൊക്കെ ആണെങ്കിൽ അവർക്കും അവര് ഐശ്വര്യനെ കാണാത്തതിന്റെ ഒരു വിഷമം ഉണ്ടാവും. നമുക്ക് എൻക്വയറീസ് വന്നിട്ടുണ്ടായിരുന്നു, ഐശ്വര്യ പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് കുട്ടി ജനിച്ചു എന്ന് അറിയാൻ വേണ്ടിയിട്ടും വരെ ആൾക്കാർ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു സ്നേഹം എന്ന് പറഞ്ഞാൽ അത് വളരെ ഒരു നമുക്കൊക്കെ എന്താ പറയാ, ഭയങ്കര ഹാർട്ട് ഫെൽറ്റ് ആയിട്ട് തോന്നിയ കാര്യങ്ങളാണ്. ശരിക്കും നമ്മുടെ റിലേറ്റീവ്സ് പോലും ഇതുപോലെ നമ്മളെ സ്നേഹിച്ചിട്ടുണ്ടാവില്ല. അത്ര അധികം സ്നേഹം നമുക്ക് പുറത്ത് നിങ്ങളിൽ നിന്ന് കിട്ടണം എന്ന് പറയുമ്പോൾ അത് വലിയൊരു സന്തോഷമുള്ള കാര്യം. അത് എന്നോടും കുറെ പേരൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ, ഇങ്ങനെ ഐശ്വര്യയുടെ വീഡിയോ ഇടോ, ഐശ്വര്യ എങ്ങനെയുണ്ട്, ഇപ്പൊ സുഖമായിട്ട് ഇരിക്കണോ, കുട്ടി ജനിച്ചോ എന്നൊക്കെ. ആ സമയത്തൊക്കെ എനിക്കും കുറെ കോൾസ് എൻക്വയറീസ് ഒക്കെ വന്നിരുന്നു. സീരിയസ്ലി. അപ്പൊ അതുപോലെ ഐശ്വര്യയുടെ കളക്ഷൻസ് കാണിച്ചു തരുമോ, പുതിയ പുതിയ വെറൈറ്റീസ് എന്താണെന്നുള്ളത്. ഏത് വീഡിയോ ഇട്ടാലും അതിന്റെ താഴെ എവിടെയെങ്കിലൊക്കെ ഐശ്വര്യ എന്നുള്ള ഒരു പേര് എന്തായാലും. വളരെ സന്തോഷം നിങ്ങളുടെ സ്നേഹം. ഇപ്പൊ ഇനി സ്നേഹം ഒന്നുകൂടി കൂട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞങ്ങളിങ്ങനെ കുറെ കളക്ഷൻസ് കൂട്ടിയിട്ടുള്ളത്. അപ്പൊ ഇനി ഐശ്വര്യ അവിടെ റെസ്റ്റ് എടുത്തോട്ടെ, എവിടെയാ ഉള്ളതെന്ന് വെച്ചാൽ പ്രാക്ടീസിങ്ങിനാണ്. അപ്പൊ നമുക്ക് ഐശ്വര്യയുടെ കളക്ഷൻസ് ആണ് ഇനി കാണാനുള്ളത്. അപ്പോൾ ഇനി വരുന്നത് നല്ലൊരു 3 പീസ്. ഇത് കുറച്ച് വെറൈറ്റി മെറ്റീരിയൽ ആണല്ലേ.
എന്തെന്ത് വർക്ക് ഇത്തിരി ത്രെഡ് പോലെ വന്നിട്ട് അതുപോലെ തന്നെ സീക്വൻസും ഉണ്ട്, ത്രെഡും ഉണ്ട്, അങ്ങനെ വർക്ക്. അതുപോലെ നല്ലൊരു സട്ടൽ ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇത് ദുപ്പട്ട വിത്ത് പാൻറ് എല്ലാം അടക്കം വരുന്ന ഒരു കളക്ഷൻ ആണ് കേട്ടോ. ഒരു പാർട്ടി വെയർ കളക്ഷൻ വേണമെങ്കിൽ പറയാം. പേസ്റ്റൽ ഷെയ്ഡ്സിൽ വന്നിരിക്കുന്നതാണ്. അതിന്റെ കളർ ചേഞ്ച് വരുന്നുണ്ട് ഇതിന്റെ. ഇതാണോ ഇതിന്റെ കളർ ഓപ്ഷൻ? കളർ ഓപ്ഷനാണ്. അപ്പൊ എല്ലാവരും പേസ്റ്റൽ ആ ഒരു ഇതിൻ്റെ അകത്താണ് പോയിരിക്കുന്നത്. സിമ്പിൾ പേസ്റ്റൽ ഷെയ്ഡിൽ വരുന്ന കളേഴ്സ് ആണ് കേട്ടോ. ഏതെടുത്താലും നമുക്ക് നഷ്ടം എന്ന് പറയാനില്ല, കാരണം വെച്ചാൽ ഒക്കെ ഡിഫറെന്റ് കളേഴ്സ് ആണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇതിലേക്ക് പെടുത്താനില്ല. ഇനി വരുന്നത് ബാട്ടിക് പ്രിന്റിൽ തന്നെ ഇത് 3 സെറ്റാണ് വരുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഷെയ്ഡ്, ഇതൊക്കെ നമ്മൾ കാണുന്ന ഒരു ഷെയ്ഡാണ്. അപ്പോൾ ഇതന്നെ പിടിക്കാം. അപ്പോൾ ഇതിൽ വരുന്ന ഷെയ്ഡ് എന്ന് പറയുമ്പോൾ ഒരു ഗ്രീനും അതുപോലെ തന്നെ ഒരു ബ്രിക്ക് ഇത് പിടിച്ച ഇതാണ് ഇതിൻ്റെ ടോപ്പ് വരുന്നത്. ടോപ്പിലെന്ന് വെച്ചാൽ യോക്കിൽ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല, ഒക്കെ കാണുന്നത് മൊത്തം ബാട്ടിക്ക് തന്നെയാണ് വരുന്നത്. അതിൽ ഇതാണ് ഇതിൻ്റെ പാൻറ് വരുന്നത്. ഇതാണല്ലേ എനിക്ക് തോന്നുന്നത്. ഇത് ടോപ്പ് ഇത് പോട്ടെ, അല്ലെങ്കിൽ ഇത് ടോപ്പ് ഇത് പോട്ടെ, ഇഷ്ടം പോലെ നമുക്ക് മാറ്റുകയും ചെയ്യാം. അതെ, അത് നമുക്ക് ഇഷ്ടം അനുസരിച്ചിട്ട് എങ്ങനെ വേണമെങ്കിൽ. ഇനിയിപ്പോൾ ഇത് 3 പീസ് ആക്കണ്ട, ഇത് രണ്ടും ടോപ്പായിട്ട് നിങ്ങൾ തയ്ച്ചിട്ടോ. പാൻറ്റും ലെഗിൻസ് വേണമെങ്കിൽ ഇട്ടാൽ മതിയില്ല. പിന്നെ ദുപ്പട്ട ഇതിന് വേണമെങ്കിൽ ഇട്ടാലും മാച്ചാണ്, ഇതിലിട്ടാലും മാച്ചാണ്. അപ്പോൾ ദുപ്പട്ട വരുന്നത് ഒരു ഗ്രീൻ ഷെയ്ഡിലാണ് കേട്ടോ. കോൺട്രാസ്റ്റ് ആണ്, ഗ്രീൻ അല്ല കോൺട്രാസ്റ്റ് ആണ് വരുന്നത്. ഇതാ ഇങ്ങനെയാണ് ദുപ്പട്ട വരുന്നത്. ബാട്ടിക് പ്രിന്റിലാണ് വരുന്നത്. അതിൻ്റെ നല്ല നല്ല കളേഴ്സും ഉണ്ട് കേട്ടോ. 3 പീസിൻ്റെ ഒരു കോൺസെപ്റ്റാണ് വരുന്നത്. അപ്പോൾ ഈ ഫുൾ കളക്ഷൻസ് വരുന്നത് ഇത് നല്ല അടിപൊളിയായിട്ടുണ്ടല്ലോ. ഇത് മൽമൽ കോട്ടൻ്റെ ദുപ്പട്ടയാണ് വരുന്നത്. അതുപോലെ തന്നെ ടോപ്പ് വരാണെങ്കിൽ ഇത് ഫുൾ കാണുന്നത് ഇവിടെ പ്രിൻറ്റും അതുപോലെ ത്രെഡ് വർക്കും കൂടി വന്നിട്ടുള്ള ഒരു കളക്ഷനാണ് കേട്ടോ. നല്ലൊരു റയർ കളർ, ഒരു ഗ്രീനിൽ ഈ ഒരു കളർ വന്നപ്പോൾ നല്ല അടിപൊളിയായിട്ടുണ്ട്. നല്ല സിമ്പിൾ സെറ്റൽ ആയിട്ടുള്ള ഇതിനായിട്ട് വളരെ സുഖമാണ് ഈ ഐറ്റംസ്. അപ്പോൾ കസ്റ്റമേഴ്സ് കൊണ്ടായാലും വളരെ നല്ല റിവ്യൂ ആയിരിക്കും നമുക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കളർ ഓപ്ഷൻസ് ആണ് കേട്ടോ ഈ കാണുന്നത്. ഇത്രയും കളർ ഓപ്ഷൻസ് വരുന്നുണ്ട്. എന്തായാലും 4 അല്ലെങ്കിൽ 3 കളർ ഓപ്ഷൻസ് എന്തായാലും പ്രതീക്ഷിച്ചിട്ട് വന്നോ. അത്രയ്ക്ക് എടുക്കണം. ഇനി എത്ര രൂപയ്ക്ക് എടുക്കണം എങ്ങനെയാണെന്നുള്ളത് അതൊക്കെ നേരിട്ട് നിങ്ങൾ തമ്മിൽ വിളിച്ച് ചോദിച്ചാൽ മതിയിട്ടാ. അതിൽ ഞാൻ കൈ കടത്തുന്നില്ല. ഇപ്പോൾ പുതിയ വെറൈറ്റി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ വന്നതാണ്. ഇനി ഹക്കോബയിൽ ഡിജിറ്റൽ പ്രിൻറ്റിൽ വന്നിട്ടുള്ള ഒരു കളക്ഷൻ തന്നെയാണ്. ഇനി ഇതിൽ നോക്കുകയാണെങ്കിൽ ചെറിയ ചെറിയ പൂക്കളൊക്കെ ആയിട്ട് കേട്ടോ. ഹക്കോബയിലാണ് വന്നിരിക്കുന്നത്. അതിൽ ദുപ്പട്ടയിലും വർക്ക് വന്നിട്ടുണ്ട് കണ്ടോ. സൈഡിൽ ഫുള്ള് ഇങ്ങനെ വർക്ക് വന്നിട്ടുണ്ട്. പ്ലെയിനിൽ ഇടയ്ക്കിടയ്ക്ക് വർക്കും അത് കൂടാണ്ട് സൈഡ് മൊത്തം ചുറ്റും ആ ഒരു വർക്കാണ് വന്നിരിക്കുന്നത്. അതിൻ്റെയും കളർ ഓപ്ഷൻസ് 4 ഒരു ഗ്രേ ഷെയ്ഡ് ഉണ്ട്, ഒരു പീച്ച് ഷെയ്ഡ് ഉണ്ട്, പിന്നെ ഒരു ഗ്രീൻ, നല്ല ടൈപ്പ് ഗ്രീൻ, ഒരു പിസ്ത ഗ്രീൻ. ഇനി വിചിത്രയാന്ന് തോന്നുന്നു. അത് ദൂരത്തും കൂടെ കാണുമ്പോൾ തന്നെ അറിയാം അതൊരു വിചിത്രയാണെന്നുള്ളത്. അത് വെച്ചാൽ ഇപ്പോഴത്തെ ട്രെൻഡാണല്ലോ വിചിത്രയാണ് കേട്ടോ ഇപ്പോഴത്തെ. ഇതിൽ നമുക്ക് എല്ലാ ഐറ്റംസും വിചിത്രയിൽ വരുന്നുണ്ട്. ഫ്രോക്സ് ആവട്ടെ, 2 പീസ് ആവട്ടെ, 3 പീസ് ആവട്ടെ, കുർത്തീസ് ആവട്ടെ, ആലിയക്കട്ട് ആവട്ടെ, എല്ലാം വരുന്നുണ്ട് വിചിത്രയില് മെറ്റീരിയൽ വരുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിൽ ഫുൾ വർക്ക് വന്നിട്ടുണ്ട്. ചെറിയ 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 ഇങ്ങനെ ബൂട്ട വർക്ക്സ് ഒക്കെ വന്നിട്ടുള്ള ഒരു വർക്കാണ്. അപ്പം അതിനേക്കാളും വർക്ക് കൂടിയിട്ടുള്ളതാണ് നമുക്ക് ദുപ്പട്ടയിൽ വന്നിട്ടുള്ളത് കേട്ടോ. അതിലും സീക്വൻസും ത്രെഡും വന്നിട്ടുണ്ട്. ഫുൾ വർക്ക് എന്നുവെച്ചാൽ അതൊരു പാർട്ടി വെയർ. അതെ, നമുക്ക് ഇഷ്ടമുള്ള കളർ വേണമെങ്കിൽ അങ്ങനെ ചൂസ് ചെയ്തെടുക്കാം. അപ്പോൾ ഐശ്വര്യയിൽ ഒരുപാട് വെറൈറ്റീസ് ഇറക്കിയിട്ടുണ്ട് ഈ പ്രാവശ്യം. എല്ലാ പ്രാവശ്യം ഉണ്ട്, പക്ഷേ ഈ പ്രാവശ്യം എന്ന് പറയുമ്പോൾ അൺസ്റ്റിച്ചഡും റണ്ണിങ് മെറ്റീരിയലും പിന്നെ അതുപോലെ തന്നെ നമുക്ക് പുതിയതായിട്ടുള്ള ജാക്കറ്റിന്റെ കളക്ഷൻസ് നമ്മൾ കുറെ പുതിയതായിട്ട് വന്നിട്ടുണ്ട്. സാരി അങ്ങനെ അങ്ങനെ കുറെ വെറൈറ്റീസ് ഇറക്കിയിട്ടുണ്ട്. ഇനി അടുത്തത് നോക്കുകയാണെങ്കിൽ ടിഷ്യൂ സിൽക്കിലാണ് കേട്ടോ. ഇതിൽ പ്രിന്റഡ് ആണ്, ടിഷ്യൂ സിൽക്കിൽ മെറ്റീരിയൽ. അതിൽ ഒരു നല്ലൊരു അടിപൊളി ഷെയ്ഡ് അല്ലേ. ഇത് എന്ത് ഷെയ്ഡാണ് പറയുക, ഒരു ഗ്രീനും കോഫിയും കൂടി മിക്സ് ആയിട്ടുള്ള ഒരു ഗോൾഡിഷും വന്നിട്ടുണ്ട്. എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ള, പക്ഷെ കാണാൻ നല്ല ഭംഗിയാണ്. ത്രെഡ് വർക്ക് വന്നിട്ടുള്ള ഷോളും ത്രെഡ് വർക്കും സീക്വൻസും വന്നിട്ടുള്ള ഷോളും. പാൻറ് വരാണെങ്കിൽ പ്ലെയിൻ ആണ് കേട്ടോ വരുന്നത്. ഇതിലും കളർ ഓപ്ഷൻസ് വരുന്നുണ്ട്. കളറല്ല, പ്രിന്റുകളാണ് മാറുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. ഒരു ഗോൾഡ് ഇതിൻ്റെ അകത്തായിരിക്കും വരുന്നത്. ഓക്കെ, ഗോൾഡ് ടച്ചിൽ അതിന്റെ പ്രിന്റുകൾ മാറും. അതെ,
ഇതൊക്കെ ടിഷ്യൂല് വരുന്ന കളക്ഷൻ അല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ ടിഷ്യൂല് ഇത് പ്രിന്റുകളാണ് കേട്ടോ. പ്രിന്റ് അല്ല ശരിക്കും പറഞ്ഞാൽ, എനിക്ക് തോന്നുന്നത് വീവിങ് അല്ലല്ല പ്രിന്റാ ശരിക്കും ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് അത് പ്രിന്റാന്ന് മനസ്സിലാവുന്നത്. അപ്പൊ അതുകൊണ്ടാ പറയണത് നേരിട്ട് വരുമ്പോഴാണ് ആ ഒരു വ്യത്യാസം, ആ ഒരു തൊട്ട് ഫീൽ ചെയ്യുമ്പോൾ ഒരു ഡിഫറൻസ് നമുക്ക് കാണാൻ പറ്റുള്ളൂ കേട്ടോ. വെറൈറ്റികൾ ഇഷ്ടം പറയുന്നുണ്ട്. ഗോൾഡ് ടച്ചിൽ വരുന്നത് ഇതൊക്കെ അതിന്റെ പ്രിന്റ്സ് ആണ് കേട്ടോ, കുറേ ഉണ്ട്. അപ്പോൾ ഇത് എൻ്റെ കയ്യിലിരിക്കുന്നത് നോക്കുകയാണെങ്കിൽ നടുക്കിക്കൂടെ ഇങ്ങനെ ഒരു യോക്കിൽ ഒരു ബട്ടൻ്റെ ഡീറ്റെയിലിംഗ് കൂടി പോയിട്ടുണ്ട് കേട്ടോ. നേരത്തെ ആ ഒരു ബട്ടൻ്റെ ഡീറ്റെയിലിംഗ് ഇല്ല. അങ്ങനെ വെറൈറ്റികൾ വേണ്ടതുണ്ട് തപ്പാണെങ്കിൽ. ഇത് വരുമ്പോൾ ഇതും ആ ഒരു ടിഷ്യൂ മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ. ഇത് നടുക്കിൽ ഇങ്ങനെ യോക്കിൻ്റെ പോർഷനിൽ ഇങ്ങനെ ബട്ടൻ്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. ദുപ്പട്ട വരുമ്പോൾ കോൺട്രാസ്റ്റ് ആണ് വരുന്നത്, ത്രെഡ് വർക്കും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പാച്ച് വർക്കിൻ്റെ ഡീറ്റെയിലിംഗ് അങ്ങനെ ഒക്കെ എന്താ പറയാ, എവർ ഗ്രീൻ കളർ, അതങ്ങനെ ഒരിക്കലും പോവാത്ത ഒരു ഡിസൈൻസ് അങ്ങനത്തെ നോക്കിയിട്ടാണ് ഓരോന്നോരോന്ന്. ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള ഐറ്റംസ് തന്നെയായിരിക്കും ഇവിടെ ഉണ്ടാവുക എപ്പോഴും. പിന്നെ ഭയങ്കര സോഫ്റ്റ് ആണ് ഇത് പിടിക്കുമ്പോൾ, കണ്ടോ? എന്ന് വെച്ചാൽ സ്റ്റിഫ് അല്ല, അതൊക്കെ ഇങ്ങനെ പിടിക്കുമ്പോഴേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ടോപ്പ് അതിൻ്റെ അടിയിൽ ബോട്ടം വന്നിരിക്കുന്ന ഒരു നല്ലൊരു മഞ്ഞ ഷെയ്ഡ്, അതിൽ ദുപ്പട്ട. ഇതിൻ്റെ അടുത്ത ഷെയ്ഡ് നോക്കുകയാണെങ്കിൽ ഒരു ഗ്രീന് വരുന്നുണ്ട്. ടോപ്പ് നോക്കുമ്പോൾ സെയിം ആയിരിക്കും, പ്രിന്റ് മാറും. ഇതാ ഇങ്ങനെ ഇതിൽ ഗ്രീൻ ഉണ്ട്, റെഡ് ഉണ്ട്, ഓറഞ്ച് ഉണ്ട് കേട്ടോ. നല്ല അടിപൊളി ഷെയ്ഡുകളാണ് ഒക്കെ വരുന്നത്. ഇനിയിപ്പോൾ കളർഫുൾ വേണ്ട, നമുക്ക് ഇക്കത്തിൻ്റെ പ്രിന്റിൽ നല്ല ഇതൊക്കെ എന്ന് പറയുമ്പോൾ പണ്ടേ തൊട്ടുള്ള ഒരു ഡിസൈൻസ്, പണ്ടേ തൊട്ടുള്ള ഒരു മോഡലാണ്. അത് ഇഷ്ടപ്പെട്ടിട്ട് ഇപ്പോഴും അത് ട്രെൻഡിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിൽ നോക്കുകയാണെങ്കിൽ വൈറ്റ് ബേസിൽ മൊത്തം ഇക്കത്തിൻ്റെ പ്രിൻ്റാണ് കൊടുത്തിരിക്കുന്നത്, കണ്ടോ? ശരിക്കും ഒരു ഖാദി കോട്ടൺ ആ ഒരു മെറ്റീരിയൽ നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. അതിൽ ദുപ്പട്ട കോൺട്രാസ്റ്റ്, അതിലും ഫുൾ ത്രെഡ് വർക്കാണ്. ഈ കാണുന്നതൊക്കെ ത്രെഡ് വർക്കിൽ ചെയ്തിട്ടുള്ള വർക്കാണ് ഇക്കത്തിൻ്റെ. ഇതിൽ ഓഫീസിലൊക്കെ ഇട്ടുകൊണ്ട് പോകാനായിട്ട് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടും നല്ല സട്ടിൽ ആയിട്ടും ഇരിക്കുന്ന ഐറ്റംസ്. അതിൽ കളർ ചേഞ്ചസ് ആണ് വരുന്നത്. വൈറ്റ് ബേസ് ഉണ്ടാവും, അതുപോലെ തന്നെ അതിൽ ഈ ഇക്കത്തിൻ്റെ പ്രിന്റ് വരുന്നത് അത് കളേഴ്സ് മാറിക്കൊണ്ടിരിക്കും. ഗ്രീൻ ഉണ്ട്, ബ്രൗൺ ഷെയ്ഡ് ഉണ്ട്, പിന്നെ ഒരു ഡിഫറെന്റ് ഗ്രീൻ, പിസ്ത ഗ്രീനും ഉണ്ട്, വേറൊരു ടീൽ ഗ്രീൻ, അങ്ങനെ ഷെയ്ഡുകൾ വെറൈറ്റികളുണ്ട്. അതിൻ്റെ ദുപ്പട്ട അല്ല, നല്ല വെറൈറ്റി ദുപ്പട്ട, ഫുൾ വർക്കാണ്, അടിപൊളി. ഷിഫോണിലും വരുന്നുണ്ട് നമുക്ക്, വിത്ത് ലൈനിങ് ആണ് വരുന്നത്. ഫുൾ വർക്കോട് കൂടിയിട്ട് വിത്ത് ലൈനിങ് അടക്കം. അല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടല്ലെങ്കിൽ ഇതിന്റെ ലൈനിങ് തപ്പി കസ്റ്റമേഴ്സ് അതെ, അത് ഇനി വേറെ കടയിലേക്ക് പോകണം, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഒക്കെ ഇവിടെ തന്നെ കിട്ടുന്നുണ്ട്. ഇനിയിപ്പോ ഇത് വേണ്ട, ലൈനിങ്ങിന്റെ നിങ്ങൾക്ക് റണ്ണിങ് മെറ്റീരിയൽസ് ഉണ്ട്. ഇനിയിപ്പോ ഇനിയിപ്പോ ലൈനിങ് ഇല്ലാത്തതാണെങ്കിൽ അതും ഇവിടുന്ന് കിട്ടുന്നുണ്ട്. അപ്പൊ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും നമുക്ക് കടയിലേക്ക് വെക്കാം. അപ്പൊ നമ്മുടെ എന്താ കടയിൽ മൂവിങ് ആയിട്ടുള്ള ആ രീതിയിൽ നമുക്ക് ചൂസ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ ഇതിന്റെ ദുപ്പട്ട ഫുൾ വർക്കോട് കൂടിയിട്ട് വരുന്നതാണ്. പിന്നെ വീനെക്കാണ് ഇപ്പോഴത്തെ ട്രെൻഡ് വരുന്നത്. വിചിത്രയിൽ തന്നെയാണ്. വിചിത്രയിൽ ഇത്രയും വെറൈറ്റി വർക്കോട് കൂടി ഫിനിഷിങ്ങോട് കൂടിയിട്ടുള്ള വർക്കാണ് കേട്ടോ. എന്നുവെച്ചാൽ വർക്കുകൾ മാറി മാറി ഒരുപാട് വെറൈറ്റീസ് നമുക്ക് കിട്ടും, കാണാനും പറ്റും. അതിൽ കോൺട്രാസ്റ്റ് അല്ല കേട്ടോ, ഇത് സെയിം കളർ സെയിം ടോൺ ടു ടോൺ ആണ് വരുന്നത്. ഇതിൽ വരുന്നത് നോക്കിയാൽ ബ്ലൂ ഉണ്ട്, നല്ല അടിപൊളി മെറൂൺ ഷെയ്ഡ് ഉണ്ട്, ഗ്രീൻ ഉണ്ട്, പിന്നെ നല്ല ഒരു ഇത് കളറാ, ഇത് വയലറ്റ് മറന്നുപോയി കണ്ടോ. കളക്ഷൻസിന്റെ ഭംഗി കണ്ടപ്പോളെ ശരിക്കും സീരിയസ്ലി ഇത് അത്രയും നല്ല ഫിനിഷിങ്ങോട് കൂടി നല്ല ക്വാളിറ്റിയോട് കൂടിയിട്ടാണ് കേട്ടോ ഫുൾ ഇരിക്കുന്നത്. നല്ല അടിപൊളി നമ്മളുടെ തന്നെ മാനുഫാക്ചറിങ് ആയിട്ട് ഇത് തീർന്നാലും ഇനി ഇതേ മോഡലിൽ തന്നെ സെയിം ഇത് വന്നിട്ട് കുറച്ച് വ്യത്യാസങ്ങളേ ഉണ്ടാവുള്ളൂ. നമ്മളിങ്ങനെ ഇന്നോവേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം നേരത്തെ പർച്ചേസ് ചെയ്ത കസ്റ്റമേഴ്സിനും പുതിയ കളക്ഷൻസ് കിട്ടും, പുതിയ കസ്റ്റമേഴ്സിനും പുതിയ കളക്ഷൻസ് കിട്ടും. അത് നല്ലൊരു പഞ്ചായത്തല്ലോ. ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാൻ പറ്റുമല്ലോ? മറന്നുപോയി. അതൊക്കെ ഒരു തവണ വരില്ല. ഒരു പഞ്ച് ഡയലോഗ് എന്ന് പറയുമ്പോൾ അത് ആ മനസ്സിൽ നിന്ന് തട്ടിയിട്ടുള്ള ഡയലോഗ് അല്ല, അത് പറഞ്ഞു പഠിപ്പിച്ചിട്ടുള്ളതല്ല. പറഞ്ഞു പഠിപ്പിച്ചതാണെങ്കിൽ നമുക്ക് റിപ്പീറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഐശ്വര്യല്. സോഫ്റ്റ് മെറ്റീരിയല്, അതിന് കോൺട്രാസ്റ്റ് ആയിട്ട് കൊടുത്തിരിക്കണ ദുപ്പട്ടയും നല്ല സോഫ്റ്റ് അല്ലേ, കോട്ടണില്. ആപ്ലിക് വർക്കാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. ആ ദുപ്പട്ട തന്നെ വിരിച്ച് പിടിച്ച് ദുപ്പട്ടയിൽ തന്നെ നല്ല വർക്ക് ഉണ്ട് കേട്ടോ. ആപ്ലിക് വർക്കാണ് ഫുൾ കൊടുത്തിരിക്കുന്നത്. പിന്നെ അത് ബോട്ടം വരുന്നത് ഇത് ഇങ്ങനെ. എനിക്ക് ദുപ്പട്ടയ്ക്ക് തന്നെ നമുക്ക് എന്താ പറയുക, കാശ് കൊടുത്താൽ മുതലായി എന്ന് പറയില്ലേ, ആ ഒരു ഐറ്റാണ് കേട്ടോ ഇത്. ടോപ്പിൽ നമുക്ക് കൊടുത്തില്ലെങ്കിലും ദുപ്പട്ടയ്ക്ക് ആപ്ലിക് വർക്ക് എന്നൊക്കെ പറയുമ്പോൾ അതിന് ചെയ്യിപ്പിക്കാൻ, നമ്മളൊരു സാരി കൊടുത്ത് ചെയ്യിപ്പിക്കാൻ തന്നെ നല്ല റേറ്റ് വേണം. അത് തന്നെ ഈ ദുപ്പട്ടയിൽ വന്നപ്പോൾ പറയുമ്പോൾ അടിപൊളി.
ഇനിയുള്ള വെറൈറ്റി എന്താണ്? അൺസ്റ്റിച്ചിൽ വൈറ്റ് ബേസിൽ ത്രെഡ് വർക്കാണ് വന്നിരിക്കുന്നത്. സിൽക്കി മെറ്റീരിയൽ അല്ലേ? ഇതൊരു സിൽക്ക് ടൈപ്പ് മെറ്റീരിയൽ അല്ലേ? ഒരു പാർട്ടി സിൽക്ക് ടൈപ്പ് മെറ്റീരിയൽ ആണ്. അതിന്റെ ത്രെഡിന്റെ കളേഴ്സ് മാറിക്കൊണ്ടിരിക്കും കേട്ടോ. അതില് ടോണിലാണ് വന്നിരിക്കുന്നത്. ഓഹോ, ദുപ്പട്ട അടിപൊളിയായിട്ടുണ്ടല്ലോ. ഇതില് 2 ടോണിലാണ് വരുന്നത്. സാധാരണ നമുക്ക് ടോൺ വരുന്നത് അടിയിലേക്ക് വേറെ, നടുക്കിൽ വേറെ. ഇത് ഹാഫ് ആൻഡ് ഹാഫിലാണ് ഫുൾ വർക്കൊക്കെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് പർച്ചേസ് ചെയ്യേണ്ടത്? വീഡിയോ കോൾ ചെയ്യാം. നമുക്ക് നേരിട്ട് വരണമെങ്കിൽ നേരിട്ട് വരാം. ഇവിടെ വരണ്ടേ? എറണാകുളത്ത് മറൈൻ ഡ്രൈവിന് അടുത്ത് പ്രസ് ക്ലബ് റൂട്ടിലാണ് നമ്മുടെ ഐശ്വര്യ എന്ന് പറഞ്ഞ ഷോപ്പ്. ഇനിയിപ്പോൾ ബസ്സിലാണ് വരണമെന്ന് വെച്ചാൽ നമുക്ക് മേനക ബസ് സ്റ്റോപ്പിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ നടക്കാനുള്ള വഴിയുള്ളൂ. ഇനിയിപ്പോൾ നിങ്ങൾ ഓട്ടോറിക്ഷയ്ക്ക് വരണമെന്ന് വെച്ചാൽ ഡയറക്റ്റ് മുന്നിൽ ഇറങ്ങാം. ഇനിയിപ്പോൾ കാറ് ത്രൂ വരണമെന്ന് വെച്ചാൽ ഇവിടെ പാർക്കിംഗ് ഏരിയ ഉണ്ട്, പേ ആൻഡ് പാർക്ക് സൗകര്യങ്ങളുണ്ട്. ഇനിയിപ്പോൾ ട്രെയിൻ ത്രൂ വരണമെന്ന് വെച്ചാൽ ഈസ്റ്റിലായാലും സൗത്തിലായാലും രണ്ടിടത്തും ഇറങ്ങാം. രണ്ടിടത്ത് ഇറങ്ങി സൗത്താണ് കുറച്ചും കൂടി അടുത്ത്. പക്ഷെ 2 സ്ഥലത്ത് ഇറങ്ങിയാലും ഇവിടെ എത്തും. ഇനിയിപ്പോൾ ഗൂഗിളിൽ ഐശ്വര്യ എന്ന് ഇട്ടാൽ മതി, എറണാകുളം എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഷോപ്പിൽ നമുക്കൊരു മെസ്സേജ് അയച്ചാൽ മതി. ജസ്റ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചാൽ നമ്മൾ അയച്ചു. ലൊക്കേഷൻ അയച്ചു തരുന്നതായിരിക്കും. ആ ലൊക്കേഷൻ അയച്ചോടത്തേക്ക് നിങ്ങൾ നേരിട്ട് ഇങ്ങോട്ട് എത്തണം അല്ലേ? അതെ, ജസ്റ്റ് ഷോപ്പിന്റെ ഒന്ന് പേര് മാത്രം നോക്കി കൺഫേം ചെയ്ത് കയറിയാൽ. അതെ, നമ്മൾ പിന്നെ എൻ്റെ ഒരു ടിപ്പ് ഞാൻ പറയാണ് കേട്ടോ. ഇപ്പം ഞാൻ ഒരുപാട് ഷോപ്പിന്റെ വീഡിയോസ് ഒക്കെ ചെയ്യാറുണ്ട്. നമ്മൾ ഏതൊരു ഷോപ്പ് ജെന്യൂൻ ആണെന്നുള്ളതൊന്ന് സെർച്ച് ചെയ്യണമെങ്കിൽ ആദ്യം ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കാം ഇങ്ങനെ ഒരു ഷോപ്പ് അവിടെ ഉണ്ടോ എന്നുള്ളത്. അതിന്റെ റിവ്യൂ കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഉറപ്പ് വരുത്തിക്കാൻ പറ്റും ഇങ്ങനെ ഒരു ഷോപ്പ് ഉണ്ടെന്നുള്ളത്. ചില സ്ഥലത്ത് കടകൾ വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിലും ചിലപ്പോൾ ഗൂഗിളിലുണ്ടെങ്കിൽ അങ്ങനെ കട ഉണ്ടോ ഇല്ലെന്നുള്ളത് നിങ്ങൾ കൺഫ്യൂഷൻ. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് മനസ്സിലായി. അല്ലെങ്കിൽ നമ്മളുടെ നമ്പറിലാണെങ്കിലും വിളിച്ചോളൂ. നമ്മൾ എപ്പോഴും കോൾ അറ്റൻഡ് ചെയ്യുന്നതായിരിക്കും. ഇൻ കേസ് കോൾ എടുക്കാൻ പറ്റില്ലെങ്കിൽ എന്തായാലും കോൾ ബാക്ക് തിരിച്ചു വരുന്നതായിരിക്കും. ഇനി ഇവിടെ എത്തിയിട്ട് ഐശ്വര്യ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വിളിക്കായിരിക്കുമോ? കാരണം ഒന്ന് മുൻകൂട്ടി, കാരണം ഫോൺ എപ്പോഴും ഫുൾ ടൈം ബിസി ആയിരിക്കും. ഒന്നല്ലെങ്കിൽ അവരല്ലെങ്കിൽ ഇവര്, നിങ്ങൾ മാത്രമല്ലല്ലോ വിളിക്കുന്നവർ, ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും. അപ്പോൾ ചിലപ്പോൾ എൻഗേജ് ആയിരിക്കും. ഒന്ന് ക്ഷമിക്കുക അല്ലേ? അല്ലെങ്കിൽ ഒരു മെസ്സേജ് ഇട്ടാൽ മതി. എന്തായാലും മാക്സിമം ഒരു 3-4 hours എന്തായാലും നമ്മളുടെ റിപ്ലൈ. അത് മാക്സിമം ഡിലേ ആണ്. പിന്നെ ഇത് സീസൺ സമയത്താണെങ്കിൽ നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആയിട്ടിരിക്കും. ഇത് കൂടാണ്ട് നമുക്ക് ബാക്കിയുള്ള സമയത്തൊക്കെ ആണെങ്കിൽ ഒരു 9:30-10 o'clock സ്റ്റാർട്ട് ചെയ്യുന്നത്. എത്ര 9 o'clock സ്റ്റാർട്ട് ചെയ്യുന്നത്. 7 വരെ ഷോപ്പ് ഉണ്ട്. ഈവൻ സീസൺ ടൈമിലും സൺഡേസും നമുക്ക് മോർണിംഗ് 9 to 7 വരെ ഉണ്ട്. ഇനിയിപ്പോൾ സൺഡേ വരണം അങ്ങനെ എന്തെങ്കിലും ഒരു പ്ലാൻ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ഒന്ന് വിളിച്ച് ചോദിച്ചിട്ട് വന്നാൽ മതി കേട്ടോ. കാരണം ഇവിടെ സ്റ്റാഫ്മാരും ഉണ്ട്, അവരൊക്കെ ഇവിടെ ഉണ്ടോ ഇല്ലെന്നതും ചോദിക്കേണ്ട. ഒരു പ്രാവശ്യം ഒരു കസ്റ്റമർ മറ്റേ ചെന്നൈന്ന് എന്തോ വന്നതാണ്, വിളിച്ചു ചോദിക്കാതെ വന്നു. എന്നിട്ട് അപ്പൊ പിന്നെ വീട് അടുത്താണ്ട് ഞങ്ങൾ എന്നിട്ട് വന്ന് തുറന്നു. അല്ലെങ്കിൽ അവര് ദൂരത്തുനിന്ന് വന്നത് കൊണ്ടാണ് കേട്ടോ. അപ്പൊ അങ്ങനെ ഒന്ന് ഉറപ്പ് വരുത്തിയ. കാരണം സീസൺ സമയത്ത് അല്ലെങ്കിൽ സൺഡേ ഇവിടെ മാർക്കറ്റ് മൊത്തം പൂട്ടിയെടുക്കും. ഇത് മാത്രമല്ല, ഐശ്വര്യ മാത്രമല്ല, ഈ സൺഡേ മാർക്കറ്റ് മൊത്തം ബന്ധായിരിക്കും. അപ്പൊ സീസൺ സമയത്താണെങ്കിൽ മാത്രം ഓപ്പൺ ചെയ്തിട്ടിരിക്കും. അപ്പൊ ഒന്ന് കൺഫേം ചെയ്തിട്ട് ഏത് സൺഡേ ആണെങ്കിലും ഒന്ന് മെസ്സേജ് ഇട്ടാൽ മതി. സൺഡേ സമയത്ത് ഇട്ടാ. ബാക്കി അടുത്ത ദിവസം ആണെങ്കിൽ ധൈര്യമായിട്ട് കയറി പോകുന്നത് ഇവിടെ ഫുൾ ടൈം ഓപ്പൺ ആണ്. ഫ്രണ്ടില് ഐശ്വര്യ എന്ന് പറഞ്ഞിട്ട് ചില്ലിൽ എഴുതിയിട്ടുണ്ടാവും. ആ എഴുതിക്കണ ഐശ്വര്യ എന്നുള്ള പേരിൽ കയറി പോരെ. കാണുമ്പോ ഫ്രണ്ടിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ ചേച്ചിമാരാണെങ്കിലും നോക്കിയാൽ മതി, കോട്ടിൽ ഐശ്വര്യ ആ ഒരു പേര്, ഇവരുടെ ഒരു യൂണിഫോം അല്ലേ? ഇത് പിന്നെ ഈ ചേച്ചി എപ്പോഴും അവിടെ അതിൻ്റെ അവിടെ നിൽക്കണം, വരൂ അല്ലേ, വെറുതെ കളിയാക്കിയിട്ട്. അപ്പൊ ഇതൊക്കെ നോക്കിയിട്ട് നിങ്ങൾ ഉറപ്പ് വരുത്തിയിട്ടാണ് ഈ ഐശ്വര്യയിൽ കയറേണ്ടത്. അതും കൂടി എടുത്ത് പറയാം. അടുത്ത നോക്കുകയാണെങ്കിൽ കാന്ത പ്രിന്റിലാണ്, സെയിം ടോൺ ടു ടോൺ വരുന്ന കോട്ടണിൽ വരുന്ന കളക്ഷൻ ആട്ടോ. ഇതിന്റെ കളർ ഓപ്ഷൻസ് ഇത്ര കളർ ഓപ്ഷൻസ് വരുന്നുണ്ട്. യെല്ലോ, പിന്നെ ഒരു ഗ്രീൻ ഷെയ്ഡ് വരുന്നുണ്ട്. പിന്നെ വെറൈറ്റികൾ വേണ്ടതുണ്ട്. നമ്മൾ ഇവിടെ തന്നെ നിന്ന് പോകും. 8,000 സ്ക്വയർ ഫീറ്റ് ഒക്കെ പോയി നിങ്ങൾ വന്നിട്ട് നേരിട്ട് ഇത് കണ്ടു. ബാക്കിയുള്ളത് ഇത് ഫുൾ ബാട്ടിക്കിൻ്റെ ആ ഒരു ഇതിലാണ് വരുന്നത് അല്ലേ? അതിൽ 3-4 ഷെയ്ഡൊക്കെയാണ് വരുന്നത് ഇതിൻ്റെ കളക്ഷൻസ്. അപ്പോൾ ഇനി ബാക്കിയുള്ളത് നേരിട്ട് വന്ന് കണ്ടോട്ടെ. കുറേ കളക്ഷൻസ് ഉണ്ടല്ലോ, എല്ലാം കാണിക്കാൻ പോസിബിൾ അല്ല. ഈ ഇട്ടിരിക്കുന്നതിൻ്റെ കളർ ഇത് സെയിം ഡിസ്പ്ലേ ആട്ടോ. ഇത് നല്ല സോഫ്റ്റ് കോട്ടണിൽ വരുന്ന കളക്ഷൻ ആട്ടോ. മൽമൽ കോട്ടണിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ. അപ്പോൾ വെറൈറ്റികളുണ്ട്. അതുപോലെ പാർട്ടി വെയറിൽ നോക്കുകയാണെങ്കിൽ ഇതും നല്ല അടിപൊളി ഫുൾ വർക്കോട് കൂടിയിട്ടാണ്, ഒരു നല്ലൊരു ഗോൾഡൻ ഷെയ്ഡൊക്കെ വന്നിട്ടുള്ള വർക്കോട് കൂടിയിട്ടാണ് വരുന്നത്. അപ്പം ഇനി അടുത്തൊരു സ്ഥലത്തേക്ക് പോയാലോ? ഇവിടെയും റണ്ണിങ് മെറ്റീരിയൽസ് ഇരിക്കുന്നുണ്ട്, കണ്ടോ? അതെ, ഇത് എത്ര വേണമെങ്കിലും നമുക്ക് എടുത്ത് കൊണ്ടുപോവാന്ന്. അത്ര കലംകാരിയിൽ വേണമെങ്കിൽ കലംകാരിയിൽ, പ്ലെയിനിൽ വേണമെങ്കിൽ പ്ലെയിൻ, അജ്രക്ക് വേണമെങ്കിൽ അജ്രക്ക്.
വെച്ചേക്കും. സ്ഥലമില്ലാത്ത കാരണം അത് 8,000 സ്ക്വയർ ഫീറ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് സ്ഥലമില്ലാതെ കേട്ടോ. ഇനി ഇപ്പുറത്തെ സൈഡ് എന്താ പറഞ്ഞ ഇത് നമുക്ക് ഇവിടെ സിഗോ പാൻസ് ഒക്കെയാണ് നമുക്ക് ഇവിടെ വരുന്നത്. ഈ ഒരു സെക്ഷനിൽ അല്ലേ ഫുൾ സിഗോ പാൻസ് ആണ്. പിന്നെ ഇതും റണ്ണിങ് മെറ്റീരിയൽ ആണ്. കണ്ട റണ്ണിങ് സ്ഥലത്ത് നമ്മൾ ഇവിടെ വെച്ചു വെക്കാൻ സ്ഥലമില്ലാണ്ട് കിട്ടണോടത്തൊക്കെ കൊണ്ട് കയറ്റി വെച്ചേക്കാണ്. റണ്ണിങ് മെറ്റീരിയൽസ് അത്രയും കളക്ഷൻസ് ഉണ്ട്. അത് പ്ലെയിനിൽ വരുന്നുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പ്രിന്റിലുണ്ട്, കാന്ത പ്രിന്റ് വേണമെങ്കിൽ അതുണ്ട്. അങ്ങനെ അതെ റണ്ണിങ് മെറ്റീരിയൽസ് ഇവിടെയും അങ്ങോട്ടൊക്കെ നമുക്ക് സ്റ്റോറേജ് വരുവാണ്. ഇവിടെയും മുഴുവനായിട്ട് ഫുൾ റണ്ണിങ് മെറ്റീരിയൽസ് മെറ്റീരിയൽ ആണ്. അതിന്റെ ഉള്ളിൽ റൂമിലും ഫുൾ റണ്ണിങ് മെറ്റീരിയൽ ആണ്. ഐറ്റം ഫുൾ റണ്ണിങ് മെറ്റീരിയൽസ് ആണ്. പിന്നെ ഇപ്പുറത്ത് നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ചുരി ബോട്ടംസ് ആണ് വരുന്നത്. എന്ത് രസമല്ല, ഒരു കളർഫുൾ ആയിട്ട് ഇങ്ങനെ ഇരിക്കണ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ. കളേഴ്സ് ഇങ്ങനെ വരുന്ന കാണുമ്പോൾ. പിന്നെ റണ്ണിങ് മെറ്റീരിയൽസിന് ഒരു കുറവുമില്ല, സ്ഥലം ഇല്ലാത്ത കാരണം ഇവിടെയും വെച്ചിട്ടുണ്ട് കേട്ടോ റണ്ണിങ് മെറ്റീരിയൽസ്. അതില് മോഡൽ വരുന്നുണ്ട്, മസ്ലിൻ വരുന്നുണ്ട് അല്ലേ, എല്ലാ തരം നമ്മുടെ എന്താണ് പ്രിഫറൻസ് എന്ന് വെച്ചാൽ അതിനനുസരിച്ച് ടോപ്പ് ബോട്ടം സെപ്പറേറ്റ് ആയിട്ട് വേണമെങ്കിൽ അങ്ങനെയുണ്ട്. ടോപ്പ് ബോട്ടം ഒരുമിച്ച് മിക്സ് മാച്ച് ചെയ്യാൻ പറ്റുന്നത് അങ്ങനത്തെയും ഉണ്ട്. അങ്ങനത്തെ മെറ്റീരിയൽസ്. അപ്പോൾ ഇനി നമുക്ക് സ്റ്റോക്ക് നോക്കാൻ പോയാലോ? മുകളിലേക്ക് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ സ്റ്റോക്ക് വരുന്നത്. പിന്നെ ഇതൊക്കെ ജീൻസ് അങ്ങനത്തെ ഐറ്റംസ്, ജോഗേഴ്സ് അങ്ങനത്തെ ഒക്കെ. ഇതൊന്നും ഞാൻ എടുത്ത് കാണിക്കില്ല. ഇപ്പോൾ പുതിയ വെറൈറ്റി വന്നപ്പോൾ അതാണ് കേട്ടോ ഞാൻ എടുത്ത് കാണിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായത്. പിന്നെ കിഡ്സിന്റെ വേണമെങ്കിൽ 1-2 കളക്ഷൻ നമുക്ക് ഇവിടെ കിഡ്സിന്റെയും കൂടി ഈ ഫ്ലോറിൽ അപ്പോഴത്തേക്കും ഇവിടെ നമ്മൾ കുറച്ച് കളക്ഷൻസ് കണ്ടു കഴിയും. ഈ ഒരു സെക്ഷൻ അല്ലേ, ഫുൾ കിഡ്സിന്റെ സെക്ഷൻ ആണ് വരുന്നത് കേട്ടോ. അപ്പൊ കിഡ്സിന്റെയിലും അത്യാവശ്യം ഉണ്ട്. ഒരു 12 വയസ്സ് തൊട്ടുള്ള ഈ ഒരു സൈസ് ഒക്കെയാണ് ഇത് സ്റ്റാർട്ടിങ്ങിൽ വരുന്നത്. ഇങ്ങോട്ട് തിരിഞ്ഞ് കൂട്ടി എൻ്റെ അനുസരണയില്ലാത്ത. അപ്പോൾ കിഡ്സിൻ്റെയിൽ വരുന്ന വെറൈറ്റീസ് ആണ് കേട്ടോ. ഒരു പാർട്ടി വെയർ കളക്ഷനിലുണ്ട്, അതുപോലെ കാഷ്വൽസ് വേണമെങ്കിൽ കാഷ്വലും വരുന്നുണ്ട്. കാഷ്വലും വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ പാർട്ടി വെയർ കാഷ്വൽസ് അല്ലാതും നമുക്ക് കുട്ടികൾക്ക് കളക്ഷൻസ് വരുന്നുണ്ട്. 2 പീസ് നമുക്ക് കാണിക്കാം, ബാക്കിയുള്ളത് അവർ നേരിട്ട് വന്ന് കണ്ടോട്ടെ, അതായിരിക്കും ബെറ്റർ. പിന്നെ ഇതാവുമ്പോ വ്യത്യാസമുണ്ട്, ബെൽറ്റോട് കൂടിയിട്ട് വരുന്നതാണ്. ഇതാവുമ്പോ ചെട്ടുന്ന ടൈപ്പ് ആണ്. പിന്നെ സീക്വൻസ് വർക്ക് ആണ്, ഇതിൽ സ്റ്റോൺ വർക്ക് ആണ് വന്നിരിക്കുന്നത്, ലേസും. അങ്ങനെ രണ്ടും കാണുമ്പോൾ ഏകദേശം ഒരുപോലെ, പക്ഷെ രണ്ടിനും വർക്കുകൾ മാറ്റവും വരുന്നത്. സിമ്പിൾ ആയിട്ടുള്ള ഒരെണ്ണം കാണിച്ചാൽ സിമ്പിൾ ആയിട്ടുള്ളത്. സിമ്പിൾ ആയിട്ടുള്ളതാണ് നിലത്തുന്നിടത്ത്. ഇത് സിമ്പിൾ ഡങ്കറി മോഡൽ ആയിട്ടുള്ളത്, മറ്റേ വർക്കൊന്നും ഇല്ലാണ്ട് വരുന്ന സിമ്പിൾ ആയിട്ടുള്ള ഒരു അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു കളക്ഷൻ കേട്ടോ. വർക്കൊന്നും ഇല്ലാണ്ട് സിമ്പിളായിട്ട് വരുന്നൊരു കളക്ഷൻ. ഇതിൻ്റെ ബട്ടണും ഇങ്ങനെ കൊടുത്ത നല്ലൊരു പിൻടെക്സ് മോഡലാണ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെയും കളർ ചേഞ്ചസ് ഉണ്ടാവുമല്ലോ അല്ലേ? എങ്ങനെയാണ് ഇതിൻ്റെ കളർ ചേഞ്ചസ് ഉണ്ടോ ചേച്ചി? ഒക്കെ ഡാർക്ക് ഷെയ്ഡിലാണ് വരുന്നത്. ഇതാണോ അതിൻ്റെ ഷെയ്ഡുകൾ വരുന്നത്? ഇത്ര ഷെയ്ഡ്സ് വരുന്നുണ്ട് എന്ന് വെച്ചാൽ കുട്ടികൾക്കുള്ളത്. അത് കുട്ടികൾക്കാകുമ്പോൾ എങ്ങനെയാണ് ബൾക്ക് എടുക്കണം, എങ്ങനെയാണ് സൈസസ് വരുന്നത്? ഒന്നുകൂടെ പറഞ്ഞാൽ 36, 38, 40. അതൊരു സെറ്റ് ഒരു കളറിൽ ഇങ്ങനെ എല്ലാം അങ്ങനെ തന്നെ വലിയ ഇതിലാണെങ്കിലും. ലാസ്റ്റ് 40 സൈസ് വരുന്നത്. 36, 38, 40 ഈ സൈസിലാണ് എല്ലാതും കുട്ടികളുടെ ഇരിക്കുന്നത്. അപ്പോൾ ഏത് സൈസ് വേണമെങ്കിലും എടുക്കാം. പാർട്ടി വെയറും ഉണ്ട്, കാഷ്വൽസ് ഉണ്ട്, ഡങ്കറി മോഡലുണ്ട്, അങ്ങനെ പല പല വെറൈറ്റീസ് ഉണ്ട്. അപ്പോൾ നമ്മൾ കുട്ടികളുടെ ഒക്കെ ഫോക്കസ് ചെയ്യുന്നില്ല. മെയിനായിട്ടൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ ഇനി സ്റ്റോക്ക് കാണാനാണ് വന്നിരിക്കുന്നത്, എത്രത്തോളം സ്റ്റോക്ക് കാര്യങ്ങൾ ഇരിക്കുന്നുണ്ട് എന്താണെന്നുള്ളത്. പക്ഷേ ഇവിടുന്ന് അങ്ങോട്ട് കസ്റ്റമേഴ്സിനെ എൻട്രി ചെയ്യില്ല. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ സാധനം താഴ്ത്തെത്തിക്കും. അതെ, ഏതാ വേണ്ടതെന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഏത് മോഡലാണ്, ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒരു പിക്ചർ കാണിച്ചിട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതും കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് മൊത്തം സ്റ്റോക്കാണ് ഇരിക്കുന്നത് കേട്ടോ. ലൈനിങ്ങും റണ്ണിങ്ങും എല്ലാം ഇവിടെയാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. ഇത് പല കളേഴ്സിൽ ക്രേപ്പിലൊക്കെയാണ് ഇരിക്കുന്നത്. സ്ഥലം പോലും ഇല്ല, നടക്കാനുള്ള ഒരു ഗ്യാപ്പ് മാത്രം വിട്ടിട്ടുള്ളൂ കേട്ടോ. അതുപോലെ മുകളിൽ കണ്ടോ നിറയെ കളക്ഷൻസ് ആയിരിക്കും. നമ്മളുടെ സ്റ്റിച്ച് ചെയ്ത് വന്നിട്ട് ഇനി വില ഒട്ടിച്ചിറക്കാനുള്ള ഐറ്റംസ് ആണ് ഈ ഒരു ഈ പോർഷനിൽ അല്ലേ. ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി വില ഇറക്കി താഴത്തേക്ക് ഇറക്കണം. അതെ, പ്രൈസ് ഒട്ടിക്കാനുള്ള ആ ഒരു. ഓക്കെ ഓക്കെ. അപ്പൊ അതും ഉണ്ട് സ്റ്റോക്ക്. അത് കൂടാണ് റണ്ണിങ് മെറ്റീരിയൽസിന്റെ കാന്ത പ്രിന്റിന്റെ ഉണ്ട് ഇനിയും സ്റ്റോക്കുകൾ. സ്റ്റിച്ച് ചെയ്ത് വച്ചിരിക്കുന്ന ഐറ്റംസ് ആണ്, താഴത്തേക്ക് ഇറക്കുവാണ് നമുക്ക് വേണ്ടത്. ഇത്ര അധികം സ്റ്റോക്ക് ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇത് അപ്പൊ ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് അല്ല വീഴും, കാരണം അത്ര അധികം കളക്ഷൻസ് ആണ് ഉള്ളത്. അപ്പൊ ഈ സെയിം തന്നെ താഴത്തേക്ക് ഇറക്കാനുള്ളത്. അവിടെ പിന്നെ നമ്മളുടെ കുട്ടികളുടെ ഐറ്റംസിന്റെ സ്റ്റോക്കും
ടോപ്സും അതൊക്കെയാണ് എന്നുവെച്ചാൽ മെയിൻ ഈ ഒരു ഫ്ലോർ മൊത്തം നിങ്ങൾക്ക് സ്റ്റോക്ക് ഇരിക്കുന്ന ഐറ്റംസ് ആണ് ഇരിക്കുന്നത് കേട്ടോ. അതിൽ സ്റ്റിച്ച് ആയിട്ടുള്ളതുണ്ട്, പിന്നെ റണ്ണിങ് ഫാബ്രിക്സ് ഉണ്ട്, അങ്ങനെ ബൾക്കായിട്ട് ഇഷ്ടം പോലെ ഇതൊക്കെ ഇനി താഴത്തേക്ക് ഇറങ്ങാനുള്ളതല്ലേ. ഇത് ആലിയ കട്ടിലൊക്കെ വന്നിരിക്കുന്ന മിറർ വർക്കാണ്. ഈ ഒരു സെക്ഷൻ ഇവിടെ വരാണെങ്കിൽ നമുക്ക് ആ ഫസ്റ്റിൽ കണ്ട ഒരു വർക്ക് അത് ആ ഒരു താഴത്തേക്ക് ഇതിപ്പോ ഇറക്കാനുള്ളതാണ്. നാളെ മോർണിംഗിലേക്ക് നമ്മൾ അത് താഴത്തേക്ക് ഇങ്ങനെ ഇറക്കി തുടങ്ങും. പിന്നെ ഇവിടെ ചേച്ചിമാര് ഇത് പ്രൈസ് ടാഗ് ഒട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ അവരുടെ കോഡ് കാര്യങ്ങളൊക്കെ ഒട്ടിക്കാനായിട്ട് രണ്ടുപേരും ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോൾ കസ്റ്റമേഴ്സിന് എൻട്രി ഇല്ല. നിങ്ങൾക്ക് എന്താ ആവശ്യമുള്ളതെന്ന് വെച്ചാൽ അത് നമുക്ക് താഴത്തേക്ക് എത്തിക്കുന്നതായിരിക്കും. അതുപോലെ റണ്ണിങ് ഫാബ്രിക്സ് എന്തോ വേണ്ടെന്ന് വെച്ചാൽ അതല്ലാതെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത്രയധികം സ്പേസിന് അപ്പുറത്തെ സൈഡും ഉണ്ട്. നമുക്ക് ഈ വഴി പോവാം, അവിടെ കൂടി പോവാണെങ്കിൽ സ്ഥലമില്ല. ഇവിടെയും ഉണ്ട് സ്പേസ്, പക്ഷെ ഇവിടെ ലൈറ്റ് ഇല്ല. ലൈറ്റ് ഒന്നും ഇടൂ. ഇത് ഈ സ്റ്റോക്ക് വെക്കുന്ന സ്ഥലത്ത് എന്ന് പറയുമ്പോൾ ലൈറ്റ് ഇത്തിരി കുറവാ പാടുള്ള, അല്ലെങ്കിൽ തുണിക്ക് കംപ്ലൈൻറ്റ് വരും. അതുകൊണ്ടാണ് കേട്ടോ ലൈറ്റ് ഇത്തിരി കുറവിൽ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സെക്ഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ ഇതാണ് ശരിക്കും റണ്ണിങ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. താഴത്ത് ഇരിക്കുന്നത് ഒന്നും അല്ല കേട്ടോ. അത്ര അധികം സ്പേസിൽ കുറേ സ്റ്റോക്ക് വെച്ചിട്ടുണ്ട്. ഇത് ഫുൾ റണ്ണിങ് മെറ്റീരിയൽസ് ആണ്. മോഡൽ വേണോ, ഏത് മെറ്റീരിയൽ ചോദിച്ചാലും ഉണ്ട് അല്ലേ. അതിന് ജോർജറ്റ് ഉണ്ട്, അങ്ങനെ പിന്നെ പ്ലെയിനിൽ വേണമെങ്കിൽ പ്ലെയിനിലും ഉണ്ട്. അപ്പോൾ ഈ കാണുന്നത് മൊത്തം സ്റ്റോക്കാണ്. ഇതിനപ്പുറത്തേക്കും ഉണ്ടോ? ആ റൂമില് ഡോറ് തുറന്ന് പോവാണെങ്കിൽ എനിക്ക് ഓർമ്മയുണ്ട്. അന്ന് കഴിഞ്ഞ ഫസ്റ്റ് വീഡിയോയില് ഞാൻ വന്നപ്പോൾ, ഫസ്റ്റ് ടൈം വന്നപ്പോൾ അന്ന് ഇവിടെ ഫുൾ സ്റ്റിച്ചിങ് യൂണിറ്റ് ആയിരുന്നു. ഇപ്പൊ അവരൊക്കെ ഇവിടെ നിന്ന് മാറ്റി ഇവിടെ ഫുൾ സ്റ്റോക്ക് ആക്കി അവര് വേറെ സ്ഥലത്താണ് ഇപ്പൊ ചെയ്യണത്. യൂണിറ്റ് നമ്മൾ വേറെ സ്ഥലത്തേക്ക് മാറ്റി. അപ്പൊ അവിടെയും ഒരു 10-25 പയ്യന്മാര് ഇരുന്നിട്ടാണ് ഫുൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ ഒരു ഭാഗത്തേക്കൊന്നും നമ്മൾ പോണില്ല. കാരണം ഫസ്റ്റില് എനിക്ക് ബോധ്യപ്പെട്ടു ഓൺ മാനുഫാക്ചറിങ് ആണെന്നുള്ളത്. ഇനി വീണ്ടും പോകേണ്ട ആവശ്യമില്ല. ഇനി നിങ്ങൾക്ക് അത് വിശ്വാസമായിട്ടില്ലെങ്കിൽ ഫസ്റ്റത്തെ വീഡിയോ പോയി ഒന്ന് കണ്ടോ. പക്ഷെ ആ ഒരു കളക്ഷൻ ചോദിച്ചിട്ട് ഇപ്പൊ വരെയായിരിക്കും പുതിയ കസ്റ്റമേഴ്സിന് ഐശ്വര്യനെയും കാണാൻ പറ്റും. അതെ, അതുകൊണ്ട് ഐശ്വര്യയുടെ ഫസ്റ്റ് ലുക്കും, ഐശ്വര്യ കല്യാണം കഴിഞ്ഞിട്ടുള്ളതും, പ്രഗ്നന്റ് ആയിട്ടുള്ളതും, കഴിഞ്ഞിട്ടും, കുട്ടി ഉണ്ടായി കഴിഞ്ഞിട്ടുള്ളതും. അപ്പൊ ഫുൾ ഐശ്വര്യയുടെ ഒരു പുസ്തക എന്താ ലൈഫ് പേജ് വേണമെങ്കിൽ പറയാം നമ്മുടെ ചാനലിൽ ഐശ്വര്യമായിട്ട് കിടക്കുന്നത്. അപ്പോൾ അതാ റണ്ണിങ് മെറ്റീരിയൽസിൻ്റെ ഒരു ലോകത്തേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഹക്കോബ ഉണ്ട്, അങ്ങനെ ഫോയിൽ പ്രിന്റിലുണ്ട്, അങ്ങനെ വെറൈറ്റീസ്. സ്റ്റെപ്പ് ഉണ്ട് സൂക്ഷിച്ച് വരാൻ. ക്യാമറമാനോട് കൂടിയിട്ട് പറയണ സ്റ്റെപ്പ് ഉണ്ട് സൂക്ഷിച്ച് ഇറങ്ങിക്കൊള്ളുമെന്ന്. കാരണം നടക്കാനുള്ള സ്പേസ് ഒന്നും ഇല്ല ഇവിടെ. നമുക്ക് ഇറക്കാനുള്ള സ്റ്റോക്കാണ് ഇവിടെ അല്ലേ. ഇങ്ങനത്തെ ഇതിലിരിക്കണത് മൊത്തം സ്റ്റിച്ചഡ് ആയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഇങ്ങനെ ഇരിക്കണതൊക്കെ നമുക്ക് റണ്ണിങ് മെറ്റീരിയൽസ് നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിന് വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ളതാണ്. അപ്പം എത്ര രൂപയ്ക്ക് മേടിക്കണം എന്താണോ ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ തന്നെ വിളിച്ച് ചോദിച്ചോ. അപ്പോൾ ലൊക്കേഷൻ ഒന്നുകൂടി പറയാം. പക്ഷേ താഴത്ത് പോയിട്ട് കുറച്ചുകൂടി ഒന്ന് റണ്ണിങ് മറ്റേ റെഡിമെയ്ഡിൻ്റെ ഒന്ന് കുറച്ചുകൂടി കാണിക്കാം. ഒന്നുകൂടി വെറൈറ്റി ഒന്ന് കാണിക്കാം കേട്ടോ. അപ്പോൾ ചേച്ചിമാർ ബില്ലടിച്ചോട്ടെ, ഞങ്ങൾ താഴത്തേക്ക് പോവാം. ബില്ലടിക്കല്ല, സ്റ്റിക്കർ ഒട്ടിച്ചോട്ടെ. ആരെങ്കിലും വേണം ഹെൽപ്പ് ചെയ്യാൻ? വേണ്ട. നമ്മള് അപ്പൊ വീണ്ടും താഴത്തേക്ക് വന്നു. അവിടെ പാക്കിങ് പോയിക്കൊണ്ടിരിക്കാൻ തോന്നുന്നുണ്ട് അല്ലേ. എഴുതി സെറ്റാക്കി വെക്കണം. ഓരോരോ ചെറിയ പാർസൽ തൊട്ട് വലിയ പാർസൽ വരെ നമുക്ക് നമ്മുടെ വീട്ടിലെ ഷോപ്പിൽ എവിടെ വേണമെങ്കിലും എത്തിക്കുക അല്ലേ. അപ്പൊ ഇനി അടുത്ത കുറച്ചുകൂടി കളക്ഷൻസ് ഒന്ന് നിശ്ചയിച്ച് കാണിച്ചിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഇവിടെയും കളക്ഷൻസ് ഉണ്ടെന്ന് അറിയിക്കുന്നത്. നമ്മൾ ഇത്ര നേരം അൺസ്റ്റിച്ചഡ് മാത്രമേ കാണിച്ചത്. അത് കൂടാണ്ട് സ്ലിറ്റ് ആയിട്ടുള്ള സ്ട്രെയിറ്റ് കുർത്തിയാണ് വരുന്നത്. യോക്കിൽ ഇങ്ങനെ ഒരു പാച്ച് വർക്ക് പോലെ കാന്ത വർക്കും അതുപോലെ ഹാൻഡ് വർക്കിന്റെ ഡീറ്റെയിൽ. അപ്പൊ ഇതില് എത്ര കളർ ഓപ്ഷൻസ് ഉണ്ട് ചേച്ചി? ഇതിലാണ് ബ്ലാക്ക്, ഗ്രീൻ ആൻഡ് മെറൂൺ, അങ്ങനെ 3 കളർ ഉണ്ട്. അപ്പൊ ഈ 3 കളർ എടുക്കണം എന്ന് നിർബന്ധമുണ്ടോ? ഇല്ല, ഇത് 4 സൈസസ് വന്നിട്ട് ഒറ്റ കളറിലായിരിക്കും നമുക്ക് വരുന്നത്. പിന്നെ ചില ഐറ്റംസ് നമ്മൾ കളർ മിക്സിങ്ങിൽ വെച്ചിട്ടുണ്ടാവും. ഇത് നമ്മൾ ഭയങ്കര ഹിറ്റ് ആയിട്ടുള്ള ഐറ്റമാണ്. അപ്പോൾ ഇത് എല്ലാ കസ്റ്റമേഴ്സിനും കൊണ്ടുപോകണം എന്നുണ്ട്. പക്ഷേ ഈ ബിഗിനേഴ്സിന് ചിലപ്പോൾ ഒറ്റ 4 സെറ്റ് എടുക്കുന്ന ബുദ്ധിമുട്ടായതുകൊണ്ട്, 4 പീസ് എടുക്കുന്ന ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ കളർ മിക്സിങ്ങിൽ വെച്ചിട്ടുണ്ട് ചില ഐറ്റംസ്. പക്ഷേ ചില ഐറ്റംസ് ആയിരിക്കും നമ്മളുടെ എന്താ പറയുക കസ്റ്റമർ ഡിമാൻഡ് അനുസരിച്ച് നമ്മൾ മാറ്റും. അപ്പം നമുക്ക് കളേഴ്സും അത്രയും വേണം. ഓക്കെ. അപ്പം അങ്ങനെ 2 ഓപ്ഷൻസ് വരുന്നുണ്ട്. അപ്പം ഇനി അടുത്തത് നോക്കുകയാണെങ്കിൽ വെൽവെറ്റ് പാച്ച് വർക്കിൽ ഒരു ജെറ്റ് ബ്ലാക്കിലാണ് വരുന്നത്. എ ലൈൻ കുർത്തിയാണ്. സിമ്പിളാണ്, പക്ഷെ കാണുമ്പോൾ കുറച്ച് ഫ്ലീറ്റ് സിമ്പിളാണ് കാണുമ്പോൾ, പക്ഷെ ഇട്ട് വരുമ്പോൾ അതിൻ്റെ ഒരു ഭംഗി ഉണ്ടാവും കേട്ടോ. ആ ഒരു നടുക്കി കൂടെ ഇങ്ങനെ ഫ്ലീറ്റ് വന്നിട്ട് ബാക്കിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് എ ലൈനാണ് വരുന്നത് കേട്ടോ. ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ പ്രഗ്നന്റ് ലേഡിക്കൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ട് അത്രയും
സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ക്ലോത്തും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് ബ്ലാക്കിൽ. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കളർ ഓപ്ഷൻസ് ഉണ്ട്. ഒരു 3-4 കളേഴ്സ് വരുന്നുണ്ട് കേട്ടോ. ഇത് വരുമ്പോൾ കോളർ നെക്ക് അല്ലേ, ചൈനീസ് കോളർ നെക്കിൽ അതിൽ ഹാൻഡ് വർക്ക് ഷിഫോൺ ജോർജറ്റിൻ്റെ വർക്കിൻ്റെ വന്നേക്കുവാണ് വിത്ത് ലൈനിങ് എടുക്കാം. പിന്നെ സ്ലിറ്റും ഉണ്ട്, ഉള്ളിൽ ലൈനിങ്ങും വരുന്നുണ്ട്. ഇതിൻ്റെ കളേഴ്സ് ഏതാ വരുന്നത്? ഇതൊക്കെ നല്ല അടിപൊളി കളറല്ലേ. ഇതേ നല്ല നല്ല ഷെയ്ഡ്സ് ആണ് കേട്ടോ വരുന്നത്. ഈ ഒരു ഷെയ്ഡും നല്ല ഷെയ്ഡാണ്. അതുപോലെ ലെവൻഡർ ഷെയ്ഡ് നോക്കുകയാണെങ്കിൽ അതും നല്ല അടിപൊളി ഷെയ്ഡാണ്. പിന്നെ മെറൂൺ ഉണ്ട്, മെറൂൺ നമ്മൾ കാണാറുള്ള കളേഴ്സ് തന്നെയാണ്. പിന്നെ ഒരു ഗ്രേ ഷെയ്ഡും വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ കളർ ഓപ്ഷൻസ് ഉണ്ട് ചൂസ് ചെയ്യാനായിട്ട്. പിന്നെ വരുന്നത് ഹാൻഡ് വർക്ക് ഫ്രോക്കിൽ ഹാൻഡ് വർക്ക് നമ്മളിപ്പോൾ വീനാക്ക് നോക്കിയില്ലേ, അത് പ്ലെയിനിലായിരുന്നു നമ്മൾ കണ്ടത്. അതിൽ നോക്കുകയാണെങ്കിൽ ഇതിൽ നല്ല ഭംഗിയുള്ള ഒരു ഹാൻഡ് വർക്കാണ് വന്നിരിക്കുന്നത്. കണ്ടോ, നല്ല വെറൈറ്റി ഐറ്റം, നല്ല ഹെവി മുകളിൽ നല്ല ഹെവി വന്നിട്ടുണ്ട്. എന്നാൽ താഴത്തേക്ക് അതുപോലെ തന്നെ നമ്മൾ സിമ്പിൾ ആക്കി. അപ്പോൾ ചെയിന് ഇട്ട് കഴിഞ്ഞാൽ പൊട്ടിച്ച് കൊണ്ടുപോകേണ്ട പേടി അതുമില്ല, സിമ്പിളാണ്. ഇനിയിപ്പോൾ അത് പ്ലെയിനിലാണെങ്കിൽ നമുക്ക് ഇതിൽ ഫ്രോക്ക് മോഡലിലാണ് നമുക്ക് വരുന്നത്. കയ്യിലിങ്ങനെ ഡോറീസും പിന്നെ സൈഡിൽ കെട്ടാനും വന്നിട്ട് ഹാൻഡ് വർക്ക് വന്നിട്ട് പ്രിന്റിൽ ഹാൻഡ് വർക്ക് ബീഡ്സ് വർക്ക് വന്നിട്ടുള്ള ഐറ്റംസ് ആണ്. അത്യാവശ്യം ഫ്ലയറും ഉണ്ട്, ഉണ്ട്, അടിയിൽ ഫ്രിൽ വർക്ക് അങ്ങനെയൊക്കെ കൊടുത്തിട്ടുള്ള ഒരു വർക്കാണ്. പിന്നെ എപ്പോഴും അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുക. നമ്മളിപ്പോൾ 1-2 കൊല്ലം മുന്നേ ഇട്ട വീഡിയോസ് വരെ സ്ക്രീൻഷോട്ട് ഇട്ടിട്ട് ഇപ്പോഴും ചോദിക്കാറുണ്ട് നമുക്ക്. അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറഞ്ഞത്. അത് അപ്ലോഡ് ചെയ്ത ഡേറ്റ് ഒന്ന് നോക്കുക. കാരണം അത് ആ ഒരു പാറ്റേൺ ചിലപ്പോൾ കഴിഞ്ഞു പോയിട്ടുണ്ടാവും. പുതിയ പുതിയ ട്രെൻഡി കളക്ഷൻസ് ഒക്കെ ഇഷ്ടം പോലെ വന്നിട്ടുണ്ടാവും. അപ്പൊ നമ്മുടെ ഇൻസ്റ്റഗ്രാം ഒന്ന് ആ ടൈമിൽ ഒന്ന് റെഫർ ചെയ്യുമ്പോഴത്തേക്കും ഏതൊക്കെയാണ് ഇപ്പൊ നമ്മളുടെ മോഡൽസ് റണ്ണിങ് ആയിട്ടുള്ള മെറ്റീരിയൽ അറിയാൻ പറ്റും. ഇത് വേറൊരു വെറൈറ്റി, ഒരു ഓറഞ്ചിൽ നല്ല ഫ്രോക്ക് ടൈപ്പ് ആയിട്ട് ഒരു എ ലൈൻ ആണ്. പക്ഷെ സ്ലീവ് നോക്കുമ്പോൾ നമുക്ക് ഫ്രണ്ടിൽ ഒരു ഡിഫറെന്റ് ആയിട്ട് ഒരു ഇതുണ്ട്, മുമ്പിൽ നിന്ന് മനസ്സിലാവും. ഒരു ബെൽറ്റ് പോലത്തെ ഒരു ഫീല് വന്നിട്ട് പിന്നെ ഫ്ലീറ്റ്സ് വന്നിട്ടാണ്. ഫ്രണ്ടിൽ കൂടെ നോക്കുമ്പോൾ ശരിക്കും ഒരു പാർട്ടി വെയർ, ബാക്കിൽ കൂടെ നോക്കിയാൽ സിമ്പിൾ ആയിട്ടുള്ള ഒരു എ ലൈൻ പോലെ ഒരു വർക്കാണ് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ടിൽ കൂടെ നല്ല അടിപൊളി ലുക്കാണ്. ഇതിന് കളർ ഓപ്ഷൻസ് വരുന്നുണ്ട്. അപ്പോൾ ഇത് ഒന്നുകൂടി ലൊക്കേഷൻ പറയാം. ലൊക്കേഷൻ ചേച്ചി ഇനിയും കാണിക്കാനുണ്ടോ നമുക്ക് കേട്ടോ. ഇതാണ് എനിക്ക് അറിയേണ്ടതായിരുന്നത്. കാരണം എന്ന് വെച്ചാൽ ഐശ്വര്യ എന്ന് പറയുമ്പോൾ 1-2 അല്ലെങ്കിൽ 10 പീസിൽ തീരുന്നതല്ല. 8000 സ്ക്വയർ ഫീറ്റിൽ ഇത്രയും അധികം കളക്ഷൻസ് ഇരിക്കാന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഒരു ദിവസം രാവിലെ വരണം കേട്ടോ. ഇത് ഒരു 5 മണി 6 മണി നേരത്ത് വന്നിട്ട് പെട്ടെന്ന് പോകാൻ പറ്റില്ല. പിന്നെ ഇവിടെ സ്റ്റേ അടിക്കേണ്ടി വരും. പിന്നെ പിറ്റേ ദിവസം കാലത്ത് വീണ്ടും നോക്കേണ്ടി വരും. അപ്പോൾ നേരത്തോടെ വരിക, പുതിയ പുതിയ വെറൈറ്റീസ് ഒക്കെ തപ്പുക. പിന്നെ ആഴ്ചയിൽ വരാൻ നോക്കുക. ഉള്ളത് ആഴ്ചയിൽ പുതിയ അപ്ഡേറ്റ്സ് ഒക്കെ മേടിച്ചിട്ട് പോകാൻ ശ്രമിക്കുക അല്ലേ. അത് തീർന്നു പോവാം. പിന്നെ ഇത് ലാസ്റ്റിൽ നമുക്കൊന്ന് എൻഡ് ചെയ്യാം. ഈ ഒരു യോക്ക് അജ്രക്കിൽ വന്നിട്ട് മിറർ വർക്കും ബീഡ്സ് വർക്കും വന്നിട്ടുണ്ട്. സിമ്പിളാണ്, പക്ഷെ എന്നാൽ അടിപൊളിയാണ്. അത് ബ്ലാക്കിൽ പല പല കളേഴ്സ് വരുന്നുണ്ട്. ഇതിൻ്റെ സ്റ്റോക്കുകളാണ് കേട്ടോ ഈ മൊത്തം ഇരിക്കുന്നത്. ഇത്ര കളർ ഓപ്ഷൻസ് വരുന്നുണ്ട്. മെറൂൺ ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്, ഗ്രീൻ ഉണ്ട്, അങ്ങനെ കളേഴ്സ് ഉണ്ട്. അതിൽ ഫുൾ അജ്രക്കിൻ്റെ പാച്ച് വർക്ക് ചെയ്തിട്ടുള്ളതാണ്. വിത്ത് ഹാൻഡ് വർക്ക് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ വെറൈറ്റികൾ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ നമുക്ക് വരുന്നത് ഐശ്വര്യ, ഓഫ്കോഴ്സ് ഐശ്വര്യ എറണാകുളം. അല്ല, ഐശ്വര്യ എന്നുള്ള പേര് മാത്രം മതി. ഇനിയിപ്പോൾ അത് ലൊക്കേഷൻ എവിടെയാണെന്ന് പറഞ്ഞു കൊടുക്കേണ്ട പോലും ആവശ്യമില്ല. അത്രയ്ക്കും ഭയങ്കര എക്സ്പീരിയൻസ് ആയിട്ടുള്ളവർ. ഇപ്പം അത് എത്ര കൊല്ലം ഐശ്വര്യ പറഞ്ഞു? ഞാനിവിടെ ഒരു 3 വർഷത്തേക്ക് 4ാമത്തെ കൊല്ലത്തിലേക്കാണ്. 3rd ആനിവേഴ്സറി ആയിരുന്നു കഴിഞ്ഞത്. അപ്പം 4ാമത്തെ കൊല്ലം. അപ്പം ഞാൻ അന്ന് തൊട്ട് ഞാൻ ഇവരെ കൂടെ ഉണ്ട് അല്ലേ, സ്റ്റാർട്ടിങ് തൊട്ടേ ഉണ്ട്. ഇപ്പം അത്ര ഇയേഴ്സിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. പിന്നെ എക്സ്പീരിയൻസിനനുസരിച്ചിട്ട് ഡെവലപ്മെൻറ്റും കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനനുസരിച്ച് അടുത്ത പ്രാവശ്യം വരുമ്പോൾ പുതിയ ഇനിയും നല്ല നല്ല കളക്ഷൻസ് ഇനിയും ഉണ്ടാവണം എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ലൊക്കേഷൻ വരുന്നത് നമുക്ക് കേരളത്തിൽ എറണാകുളത്ത് മറൈൻ ഡ്രൈവിന് അടുത്ത് പ്രസ് ക്ലബ് റോഡിലാണ് ഐശ്വര്യ എന്ന് പറഞ്ഞ ഷോപ്പ് വരുന്നത്. ട്രെയിൻ ആയാലും ബസ്സായാലും ഓട്ടോ ആയാലും കാറായാലും എല്ലാം അത് നമ്മുടെ ഐശ്വര്യയുടെ മുന്നിൽ നിർത്തും. അപ്പോൾ ഓൺലൈൻ ഫെസിലിറ്റീസ് ഉണ്ട്. നേരിട്ട് വരാൻ പറ്റാത്തവരാണെങ്കിൽ നമുക്ക് ഓൺലൈൻ ത്രൂ മേടിക്കാം. വീഡിയോ കോൾ ഫെസിലിറ്റീസ് ആണുള്ളത്. പിക്ചർ അയച്ച് തരില്ല, അയച്ച് തന്നിട്ട് കാര്യമില്ല. കാരണം എന്ന് വെച്ചാൽ അത് അയച്ചു തന്നാൽ 2 ദിവസം നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനായിട്ട് പിടിക്കും. അപ്പോഴേക്കും ഇവിടെ കളക്ഷൻസ് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിട്ടുണ്ടാവും. അതുകൊണ്ട് നേരിട്ട് ലൈവായിട്ട് വീഡിയോ കോൾ ചെയ്യുക. അപ്പം തന്നെ കൈയോടെ
അവിടെ പർച്ചേസ് ചെയ്യുക. സെയിം ഡേ സെയിം ടൈമിൽ ഡിസ്പാച്ച് ചെയ്തിട്ട് അപ്പം നിങ്ങൾക്ക് വർക്കിംഗ് ഡേയ്സിൻ്റെ ഉള്ളിൽ ഇത്ര ദിവസത്തിൻ്റെ ഉള്ളിൽ എത്തിക്കുന്നതായിരിക്കും കേട്ടോ. അല്ലെങ്കിൽ നമ്മളുടെ ഇൻസ്റ്റഗ്രാമും ഉണ്ട്, അതിനകത്ത് എല്ലാ ദിവസവും അല്ലെങ്കിൽ പുതിയ പുതിയ കളക്ഷൻസ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ട്. പിന്നെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക. ഫോളോ ചെയ്താലാണ് ഇനി ഇടുന്ന കളക്ഷൻസ് ഒക്കെ നമുക്ക് വീഡിയോസ് ഒക്കെ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കണം. പിന്നെ ഫോളോ ചെയ്ത് ഇടാം, കാണാം. എന്നാൽ പോലും നമുക്ക് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നേരിട്ട് വരാം, അല്ലെങ്കിൽ വീഡിയോ കോൾ ചെയ്യാം. ഇത് രണ്ട് ഓപ്ഷൻ. അല്ലാണ്ട് ഇൻസ്റ്റാഗ്രാം ത്രൂ പർച്ചേസ് ചെയ്യേണ്ട കാര്യം ചിന്തിക്കുക വേണ്ട. അതിനേക്കാളും നല്ലത് വീഡിയോ കോളോ അല്ലെങ്കിൽ ഏറ്റവും നല്ലത് നേരിട്ട് വരുന്നതാണ്. തീരെ പറ്റില്ലെങ്കിൽ കാരണം കുഞ്ഞു കുട്ടികളുള്ള അമ്മമാരൊക്കെ ഉണ്ട് നമുക്ക്, അപ്പൊ അവർക്കൊക്കെ വീഡിയോ കോൾ. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഐശ്വര്യ ഇല്ലാത്തതിന്റെ ഒരു ഭയങ്കര സങ്കടം പറഞ്ഞിട്ടും തീരുന്നില്ല. ചേച്ചിനെ വിളിച്ചിട്ട് പറയായിരുന്നു ഞാൻ ചെയ്താൽ ശരിയാവോ, എനിക്ക് ഞാൻ പെട്ടെന്ന് ഈ ആളെ കണ്ടപ്പോ ആകെ ഒരു മാറ്റം. ഞാൻ ഫസ്റ്റ് കണ്ടിട്ട് ഏകദേശം 1 കൊല്ലം കൂടെ ആയിട്ടുണ്ടായിരുന്നു. അന്ന് ലാസ്റ്റ് വീഡിയോന്റെ അന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. അന്ന് ഐശ്വര്യ അനിയത്തി എന്ന് പറഞ്ഞിട്ട് പരിചയം. പിന്നെ വന്നപ്പോ ഇത് ഏതാളെന്ന് ആകെ ഒരു കൺഫ്യൂഷൻ ആയിരുന്നു. ഇപ്പൊ എന്തായാലും പുതിയൊരു ബിസിനസ് സംരംഭം ഏറ്റെടുത്തതിന് ബെസ്റ്റ് വിഷസ്. അപ്പൊ ഇനി നമുക്ക് ഐശ്വര്യ അനിയത്തിനെയും രണ്ടാൾ ഐശ്വര്യനെ കാണുന്ന പോലെ തന്നെ നമുക്ക് ശ്രീലക്ഷ്മിനെയും തീർച്ചയായും കാണണം. ആ ഒരു സ്നേഹം സപ്പോർട്ടും എവിടെയും കൂടി ഉണ്ടാവണം. അപ്പൊ രണ്ടുപേരും ഒരുമിച്ച് ഒരുപോലെ ഉയരത്തിൽ വരട്ടെ. വന്നതിലും വളരെ സന്തോഷം. ഓക്കെ, സന്തോഷം. ഞാൻ എപ്പോഴും ഇവിടെ തന്നെ ഉണ്ടാവും. നിങ്ങളൊരു ഫാമിലി മെമ്പർ ആയിട്ട് തീർച്ചയായും. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇവിടെ ഉണ്ടാവുമ്പോ ഞാനും ഇവിടെ ഉണ്ടാവും കേട്ടോ. അപ്പൊ എല്ലാരും കൂടെ പോകുന്നു കേട്ടോ, ധൈര്യമായിട്ട്. അപ്പൊ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ. നിഷേജി എങ്ങനെ മറക്കും? ഒരു ബൈ പറ.